الحمد لله الذي أكرمنا بالإيمان دائم الجود والإحسان كريم العفو والغفران الذي كل شيء سواه فان والذي أرسل نبينا وحبيبنا ومعشوقنا ومصطفانا ومجتبانا محمدا صلى الله عليه وسلم رحمة للعالمين وراحة للعاشقين ومراد المشتاقين اللهم صل وسلم وبارك اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واجعل لي وزيرا من أهلي هارون أخي اشدد به أزري وأشركه في أمري شبيهك بدر الليل بل أنت أنور ووجهك من ماء الملاحة أزهر فيا زينة الدنيا ويا غاية الهنا فمن الذي عن حسن وجهك يبصر فثلثك كافور وربعك أنهر وخمسك ياقوت وباقيك جوهر صلاة وتسليم يا محمد نور مجسم يا محمد نور مجسم يا حبيبي يا مولاي تصوير كمال محبة تنوير جمال خداي يا محمد نور مجسم يا حبيبي يا مولاي تصوير كمال محبة تنوير جمال خدا സർവാധീനമായ സദാത്യങ്ങളെ സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ മറ്റു പണ്ഡിതന്മാർ വിദ്യാർത്ഥിമിത്തങ്ങൾ സ്നേഹസമ്പന്നരായ മാതാപിതാക്കൾ വാത്സല്യനിധികളായ കൊച്ചനുജന്മാർ ഏവർക്കും ഒരാവർത്തി കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമത്തെ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഈ നാടിനും പരിസരത്തും പരിശുദ്ധി പരിലസിപ്പിക്കാൻ കാരണക്കാരനായ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ അഹ്ദൽ ഖദ്ദസല്ലാഹു സിർറഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ മഹാനവറുകളുടെ ആണ്ടുനേർച്ചയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുമിച്ച് കൂടിയിട്ടുള്ള തീർത്തും ആത്മീയമായ സംഗമം സ്വർഗത്തിലേക്കുള്ള ഒരു വഴിത്താരയായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം രണ്ടു ലോകത്തിലും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മുടെ സർവ്വ മുൻകഴിഞ്ഞ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തിരുമാറാകട്ടെ. ജീവിതം അള്ളാഹുവിന്റെ ഇഷ്ടത്തിലായി ജീവിച്ചവന്റെ ഇഷ്ടദാസന്മാർ എപ്രകാരമാണോ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്, അപ്രകാരം സുന്ദരമായ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് വിട പറയുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, അഭ്യുതകാംക്ഷികൾ, ഗുണകാംക്ഷികൾ, നമ്മോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, നാം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, വിജ്ഞാനത്തിന്റെ വഴിയിൽ സഹായിച്ചവർ, പ്രഭാഷണ മേഖലകളിൽ സഹകരിക്കുന്നവർ, നാം ആരോടൊക്കെ പ്രാർത്ഥന കൊണ്ട് കടമപ്പെട്ടിട്ടുണ്ടോ മുഴുവൻ ആളുകളെയും അള്ളാഹു ആ മഹാഭാഗ്യത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ദീർഘമായ ഒരാമുഖത്തിന്റെ അനിവാര്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം, പരിസരത്തിരുന്ന് ഈ വിനീതനെ വീക്ഷിക്കുന്ന സഹോദരിമാരെ, ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ ശബ്ദം ഏതൊക്കെ ശ്രവണേന്ദ്രിയങ്ങളിൽ എത്തുന്നോ, ശ്രവണപുടങ്ങളിൽ അലയടിക്കുന്നോ, അതിന്റെ വീക്ഷണത്തിന്റെ കാരണം ആത്മീയമായ, അമേയമായ, അമൂല്യമായ, അനന്തമായ അരുണകിരണങ്ങളെ അകതാരിലേക്ക് ആവാഹിച്ചെടുക്കുക എന്ന അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാത്ഭുതങ്ങൾ മനുഷ്യന്റെ കരവിരുതുകൊണ്ടും ബൗദ്ധികമായ ശേഷി കൊണ്ടും മറ്റുള്ള കഴിവുകൊണ്ടും അത്ഭുതങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തുച്ഛമായ ദിവസം കഴിയുമ്പോ ലോകത്തിന്റെ മുന്നിൽ വലിയ ഒരു കയ്യൊപ്പ് നടത്താൻ പോവുകയാണ്. 40 കോടി കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ചൊവ്വാഗ്രഹത്തിലേക്ക് ഭൂമിയിൽ നിന്ന് മംഗളയാൻ എന്ന പേരോടെ 450 കോടി രൂപ മുടക്കി ഇന്ത്യ മഹാരാജ്യം അയച്ചിട്ടുള്ള പേടകത്തിന്റെ ഏകദേശം നല്ല ഒരു റിസൾട്ട് തുച്ഛമായ സമയങ്ങൾ കൂടി കഴിയുമ്പോ നമ്മുടെ രാജ്യം കൈവരിക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് അത്ഭുതങ്ങൾ, മനുഷ്യന് അവിശ്വസനീയമായ കാര്യങ്ങൾ പോലും നമ്മുടെ കൺമുമ്പിലൂടെ അല്ലെങ്കിൽ വാർത്തകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മാനവനെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി അവന് വേണ്ട ആത്മീയമായ ലക്ഷ്യങ്ങളോ അതിന്റെ പ്രതിഫലന ലക്ഷണങ്ങളോ സമൂഹത്തിൽ കണ്ടെടുക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ തൊട്ടപ്പുറത്ത് തന്നെ അവർ അധപ്പതനത്തിന്റെ ഗർത്തത്തിലേക്ക് ആപതിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ആത്മീയത എന്ന് പറയുന്നത് കേവലം ചില പേജുകളിലും ചില സ്റ്റേജുകളിലും മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു ദുരൂഹ സാഹചര്യമാണ്. ഓരോ അരമനയുടെ അകത്തളങ്ങളിൽ, ഓരോ മനുഷ്യന്റെ അന്തരാളങ്ങളിൽ അമൂല്യമായി, അനിർവചനീയമായി ശോഭിച്ചു നിൽക്കേണ്ട ആത്മീയമായ ചൈതന്യത്തെക്കുറിച്ചുള്ള അവബോധം മാനവ സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ വിശ്വാസി സഹോദരങ്ങളോട്, സുഹൃത്തുക്കളോട്, എന്റെ പ്രിയമുള്ള ഉമ്മ പെങ്ങന്മാരോട് പറയാൻ പോകുന്നത് ഒരൽപ്പം ഗഹനമായ വിഷയമാണ്. അതുകൊണ്ട് ഒരൽപ്പം ശ്രദ്ധ അനിവാര്യവുമാണ്. അള്ളാഹു വേണ്ടതുപോലെ വിഷയങ്ങളെ കാണാനും പഠിക്കാനും മനസ്സിലാക്കാനും നിവാരണം നടത്താനും തൗഫീഖ് നൽകുമാറാകട്ടെ. ആത്മാവ് എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ്. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്ത് ഉയർന്നു നിൽക്കുന്ന താജ്മഹലല്ല, പിസയിലെ ചരിഞ്ഞ ഗോപുരമല്ല, വെള്ളച്ചാട്ടങ്ങളല്ല. ലോകത്തിലുള്ള മുഴുവൻ അത്ഭുതങ്ങളെക്കാളും മഹാത്ഭുതമായി നിലകൊള്ളുന്നത് ഞാനും നിങ്ങളും പേര് നടക്കുന്ന ആത്മാവാണ്. കൊണ്ടെന്നാൽ ആ ആത്മാവിനെ സംബന്ധിച്ച് വേണ്ടതുപോലെ മനുഷ്യന് എഴുതി വെക്കാനോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങളെ, പ്രതിപ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാനോ ഒരു ടെക്നോളജിക്കും കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാവരും ആത്മാവിന്റെ മുമ്പിൽ പത്തിമടക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ചിന്തിക്കാനുള്ള പോയിന്റ് അവിടെയാണ്. കൂടുതൽ ചിന്തിക്കേണ്ടുന്ന പോയിന്റ് അവിടെയാണ്. സ്വന്തം ആത്മാവിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നവൻ ആ ചിന്തയുടെ പ്രപഞ്ചവും ആ ചിന്തയുടെ വിശാലതയും അനുസരിച്ചുകൊണ്ട് അവൻ അഖിലാണ്ടത്തിന്റെയും അധിപനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് അടുക്കുന്നതാണ്.
ആത്മാവിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോഴാ അള്ളാഹുവുമായിട്ട് അവിടെ അടുക്കാൻ പറ്റുക. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ ഔ കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചക പുങ്കവരുടെ പേര് കേൾക്കുമ്പോൾ പ്രേരണ കൂടാതെ ആവേശത്തോടെ സ്വലാത്ത് ചെല്ലാനുള്ള ഒരാവേശം എന്റെ പ്രിയപ്പെട്ട എന്നെ ശബ്ദം ശ്രവിക്കുന്ന ബഹുഭൂരിഭാഗവും അറിവുമായി ഇൽമുമായി ബന്ധപ്പെടുന്ന ആളുകളായി എന്റെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ഉറച്ചു ചെല്ലണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങകന മദീനയിലിരുന്നു കൊണ്ട് മാലോകരുടെ മനതലങ്ങളിൽ അനുരാഗത്തിന്റെ അശ്രുക്കൾ തന്നുകൊണ്ടിരിക്കുന്ന പ്രവാചക പുങ്കവർ നമ്മുടെ ഈ പരിശുദ്ധമായ മണ്ണിൽ നാം ഒരുമിച്ചുകൂടി സ്വലാത്ത് ചൊല്ലുന്ന സ്വലാത്തിനെ കണ്ടുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചക പുങ്കവർ പരിശുദ്ധമായ ഈ രാവിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ചെല്ലുന്ന സ്വലാത്ത് കേട്ട് സന്തോഷിക്കട്ടെ സഹോദരങ്ങളെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പുണ്യ പ്രവാചകൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആലോചിക്കണം. നമ്മൾ ആത്മീയമായ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോ, ആത്മാവുമായി ബന്ധപ്പെട്ട പ്രമേയത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോ, ആത്മാവുമായി അനുബന്ധ വിഷയങ്ങളെ കുറിച്ച് നാം ചതുർമണം നടത്തുമ്പോ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു പോയിന്റ്, ഹബീബായ പ്രവാചകൻ പറഞ്ഞ പോയിന്റ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. ആരെങ്കിലും അവന്റെ സ്വന്തം ആത്മാവിനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കുകയും ആലോചിക്കേണ്ടതുപോലെ ആലോചിക്കുകയും അറിയേണ്ടതുപോലെ അറിയുകയും അടുപ്പം കാണിക്കേണ്ടതുപോലെ അടുപ്പം കാണിക്കുകയും ചെയ്താൽ നിസ്സംശയം ഫഖദ് അറഫ റബ്ബ, അവന്റെ റബ്ബിനെ സംബന്ധിച്ച് അവൻ അറിഞ്ഞു എന്ന ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചത് മാളിയായ പദം ഫഖദ് അറഫ റബ്ബ. അറഫ എന്ന പദവ അവൻ അള്ളാഹുവിനെ കുറിച്ച് അതിലൂടെ അറിയുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഇത്രയും വലിയ മഹാത്ഭുതത്തെ സംബന്ധിച്ച് ലോകത്തിന്റെ നെറുകയിൽ ഇത്രയും വലിയ ടെക്നോളജി ഡെവലപ്മെന്റിന്റെ മുന്നിൽ നിൽക്കുന്ന ലോകം, മനുഷ്യൻ ആകാശ സീമയിൽ പരീക്ഷണശാലകൾ പണിയാൻ വേണ്ടി മെനക്കെടുന്ന സമയം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്തിന്റെ മുമ്പിൽ ഈ സമുദായത്തിനാണ് ആത്മാവിനെ സംബന്ധിച്ച് പരിപൂർണമായ ഒരു മറുപടി പറയാൻ പറ്റുന്നത്. ഈ സമുദായത്തിന് മാത്രമാണ്. കേവലം ഒരു അവകാശവാദമല്ല, കേവലം വിഷയത്തിന് കൊഴുപ്പ് കൂട്ടാൻ പറയുന്നതല്ല, ആവേശമുണ്ടാകുവാൻ വേണ്ടി ഞാൻ തിന്നിച്ചേർത്തതല്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ചയിലൂടെ കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഞാനും പറഞ്ഞു വരുന്നത്, അള്ളാഹുവിനെ അറിയണമെങ്കിൽ ആത്മീയമായിട്ടുള്ള ചിന്തയുണ്ടാകണം. ഈ സദസ്സിന്റെ പേരെന്താ? ഇവിടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ദീർഘനേരം നമ്മുടെ ആത്മീയമായ നേതൃത്വം ഇവിടെ ഇരിക്കുമ്പോ, നമ്മുടെ സാദാത്യങ്ങൾ നേതൃത്വം തരുമ്പോ, നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് ദ്വാരം തരുമ്പോ, അവരെ നമുക്ക് പ്രഭാഷണം നടത്തി തരുമ്പോ വളരെ സാഗൂതം അവരെ ശ്രദ്ധിച്ചുകൊണ്ട് വീക്ഷിക്കുന്നതിന്റെ പിന്നിലുള്ള ഛേദവികാരം എന്താ? നാം ഇരിക്കുന്ന സദസ്സീയതാണ് ആത്മീയമായ സദസ്സെന്നാണ്. ഇതിന്റെ പേര് ഭൗതിക സദസ്സ് എന്നല്ല. ആത്മീയ സദസ്സ് എന്ന് പറഞ്ഞാൽ ആത്മാവുമായി ബന്ധപ്പെട്ട സദസ്സ്. ആത്മാവുമായി ബന്ധപ്പെട്ട സദസ്സ്. ഞാൻ തുറന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, ആത്മാവുമായി ബന്ധപ്പെട്ട സദസ്സുകളിൽ ഒരുമിച്ച് കൂടുമ്പോ നമ്മുടെ ആത്മാവിന് ചലനമുണ്ടായില്ല എങ്കിൽ ആ ആത്മീയ സദസ്സിൽ നിന്ന് ഒന്നും നമുക്ക് ലഭിച്ചില്ല എന്ന് തന്നെ പറയേണ്ട ഒരവസ്ഥയാണ്. അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് ആത്മീയ സദസ്സാണ്. ഇത് ശാരീരികമായി ബന്ധപ്പെടുന്ന സദസ്സല്ല. അടിസ്ഥാനപരമായി ഓരോ മനുഷ്യന്റെയും അത്തിവാരമേതാണോ ആ ആത്മാവ്, അതുമായി ബന്ധപ്പെടുന്ന സദസ്സാണ്. നാമൊക്കെ പാരായണം ചെയ്യുന്ന 15 നൂറ്റാണ്ടിന്റെ പഴക്കം പറയാൻ പറ്റുന്ന, പ്രപഞ്ചത്തിൽ ഇന്നോളം വള്ളിപുള്ളി വിസർഗ വ്യതിയാന വ്യത്യാസമില്ലാതെ വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിരിമാറിലേക്ക് മാലോകരെ കൂട്ടുവിളിച്ചു കൊണ്ടുപോകുന്ന, കൈപിടിച്ചു കൊണ്ടുപോകുന്ന അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനെ സംബന്ധിച്ച് നമ്മൾ എന്താ പറയുന്നത്? ഭൗതികമായ ഗ്രന്ഥമെന്നല്ല. എന്താ പറയുന്നത്? ആത്മീയ ഗ്രന്ഥമെന്ന. ആ ഖുർആൻ ബന്ധപ്പെട്ട് കിടക്കുന്നത് കേവലം ബോഡിയോടല്ല, അടിസ്ഥാനപരമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ ആത്മാവുമായിട്ട്. നമ്മുടെ നേതാക്കന്മാരെ സംബന്ധിച്ച് എന്താ പറയുന്നത്? ആത്മീയമായ നേതൃത്വമെന്ന. കാരണം പരലോകമെന്ന പരിപൂർണമായ പ്രവിശാലമായ അനശ്വരമായ അനന്തമായ ലോകത്തിൽ തണലും തണുപ്പും സന്തോഷവും കിട്ടണമെങ്കിൽ ആത്മാവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നാം മുന്നോട്ട് പോകുമ്പോഴേ സാധ്യമാകൂ എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് സഹനങ്ങൾ സഹിച്ച് നാം ഇവിടെ ഇരിക്കുന്നത്. അള്ളാഹു അതിന്റെ പരിപൂർണ പ്രതിഫലം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ,
അതുകൊണ്ട് ഈ ആത്മാവിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നവൻ അവന്റെ ഹൃദയം പ്രകാശിക്കുന്നത്, അവന്റെ ഹൃദയം പ്രകാശിക്കും, അവന്റെ ഈമാൻ ലംഘും, അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പരിപൂർണമായിട്ട് പറഞ്ഞു മരിച്ചു പോകാം, അവന് സ്വർഗത്തിലേക്ക് കടന്നു പോകാം. അതിനു മുമ്പ് കാണേണ്ടി വരുന്ന ലോകമാകുന്ന ബർസഖിന്റെ ലോകമുണ്ടല്ലോ, ഖബറിന്റെ ലോകമുണ്ടല്ലോ, പരലോകത്തിന്റെ വിശേഷങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാം. അതുകൊണ്ട് നാം അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ടത് ആത്മാവിനെ സംബന്ധിച്ച നാം ഓരോ വ്യക്തികളും പല പേരിലാണ് അറിയപ്പെടുന്നത്. എന്റെ പേരുള്ളവർ ഒരുപാടൊന്നും ഇവിടെ ഉണ്ടാവില്ല, പലയിടത്തും ഉണ്ടാവും. നിങ്ങളും പല പേരുകളിലും അറിയപ്പെടുന്നവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ മറ്റൊരാളിട്ട ഈ പേര് കേവലം നമ്മുടെ ശരീരത്തിനിട്ട പേരാണോ? ഒരൽപ്പം ചിന്തയോടെ ഇതിനെ വീക്ഷിക്കണമെങ്കിൽ ഇതിന്റെ ആകത്തുക മനസ്സിലാകും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്താ പറഞ്ഞത്? നമ്മുടെ പേരുകൾ കേവലം ശരീരത്തിനിട്ട പേരാണോ? അല്ല, ആത്മാവിനാണ് നാം പേര് കൊടുത്തിട്ടുള്ളത്. എന്നെ വഹാബ് നഈമി എന്ന് വിളിക്കുമ്പോ, അഭിസംബോധന ചെയ്യുമ്പോ കേവലം ഈ ബോഡിയല്ല പേരിട്ടിരിക്കുന്നത്. എന്റെ ഉള്ളിലുള്ള ആ വലിയ അനന്തമായ രഹസ്യങ്ങളുടെ കലവറയായ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമായ അത്യത്ഭുതങ്ങളുടെ വിഹായസാകുന്ന ആത്മാ, ആ ആത്മാവിനിട്ട പേരാണത്. നിങ്ങളുടെ ഓരോ ആളുകളുടെയും പേരുകൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആത്മാവിനിട്ട പേരാ. ഞാനെന്ന് എന്നെ അഭിസംബോധന ചെയ്യുമ്പോ, നിങ്ങളെന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോ, അവനെന്ന് പറയുമ്പോ, അവളെന്ന് പറയുമ്പോ, അവരെന്ന് പറയുമ്പോ, ആ സമൂഹമെന്ന് പറയുമ്പോ, ഈ സമൂഹമെന്ന് പറയുമ്പോ, ആരെക്കുറിച്ച് നാം വിരൽ ചൂണ്ടിയാലും കേവലം അതിന്റെ ലമീർ പോകുന്നത്, അതിന്റെ മടക്കമുള്ളത്, അതിന്റെ സൂചിക തിരിയുന്നത് ആത്മാവുകളിലേക്കാണ്. ഒരു ഉദാഹരണത്തിൽ മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു വന്നത്, അടിസ്ഥാനപരമായി ഞാനും നിങ്ങളും പേരുകൾ പോലും ഇടപെട്ടിരിക്കുന്നത് ആ ആത്മാവിന. പക്ഷേ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്ന സഹോദരങ്ങൾ എത്രയാ? ആ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നവരെത്രയാ? ആ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അഹദായ തമ്പുരാനിലേക്ക് അടുക്കാൻ പറ്റുന്നത്. ഭൂമിയിൽ അള്ളാഹു ബന്ധപ്പെടാൻ വെച്ചിട്ടുള്ള ഒരു വസ്തുവാണ് നമ്മുടെ ബോഡി. അള്ളാഹുവിന്റെ പരലോകവുമായി ബന്ധപ്പെടാനും പടച്ചവരുമായി ബന്ധപ്പെടാനും ഈ പ്രപഞ്ചത്തെ പടക്കാൻ കാരണക്കാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് അടുപ്പമുണ്ടാകുവാനും അള്ളാഹു തന്നിട്ടുള്ള മറ്റൊരു വസ്തുവാണ് ആത്മാവ്. അപ്പൊ ശരീരം എന്ന് പറയുന്നത് ഭൗതികമായ ലോകവുമായിട്ടാണ് അതിന്റെ ബന്ധം കൂടുതലും. പക്ഷേ ആത്മാവിന്റെ ബന്ധം മുഴുവനും അള്ളാഹുവുമായിട്ടാണ്, അങ്ങനെയുള്ള മേഖലകളുമായിട്ടാണ്. അതുകൊണ്ട് ആത്മീയമായ രംഗങ്ങളിലേക്ക് നമ്മൾ ഉയർന്നു വരാതെ നമുക്ക് ആത്മീയമായ ആനന്ദം ഒരിക്കലും ലഭ്യമാവുകയില്ല എന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ആത്മാ, ഈ അത്ഭുതകരമാകുന്ന ആത്മാ പേര് വെച്ചതുപോലും ആത്മാവിന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോകുമ്പോ അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. മരണപ്പെട്ട് ഖബറിൽ കിടക്കുന്നവരുടെ മണ്ണറകൾ അല്ലാഹു മണിയറകളാക്കി പരിരക്ഷിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ മുഴുവൻ ആളുകളുടെയും പരലോകം അല്ലാഹു അവരുടെ ഖബറിയായ ജീവിതം സ്വർഗ പൂങ്കാവനമാക്കി അല്ലാഹു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മ മരണപ്പെട്ട് കിടക്കുമ്പോ നമ്മൾ എന്താ പറയുന്നത്? അല്ലാഹുവേ എന്റെ ഉമ്മ പോയി അല്ലാ, അല്ലാഹുവേ എന്റെ വാപ്പ പോയി അല്ലാ, അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട ഉപ്പ പോയി അല്ലാ, എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി പോയി അല്ലാ, എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണമാകുന്ന പൊന്നോമന പോയി അല്ലാ, എനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പോയി അല്ലാ, എന്റെ സഹോദരൻ പോയി അല്ലാ, എന്റെ സഹോദരി പോയി അല്ലാ. ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മയ്യത്തിന്റെ സമീപത്ത് നിന്നുകൊണ്ട് അശ്രുക്കൾ പൊടിച്ചുകൊണ്ട് വിലപിക്കുമ്പോ നമ്മൾ എന്താണ് പറയുന്നത്? എന്റെ ഉമ്മ പോയി അല്ലാ,
എന്റെ ഉമ്മ പോയി അല്ലാ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഉമ്മാന്ന് നീ വിളിച്ചത് ഈ ശരീരത്തെയാണെങ്കിൽ, ഉപ്പാന്ന് വിളിച്ചതാ ശരീരത്തെയാണെങ്കിൽ, പെങ്ങളേന്ന് വിളിച്ചതാ ശരീരത്തെയാണെങ്കിൽ, സഹോദരിന്ന് വിളിച്ചതാ ശരീരത്തെയാണെങ്കിൽ, ഭാര്യയെ അഭിസംബോധന ചെയ്തതാ ഭൗതിക ശരീരത്തെയാണെങ്കിൽ, മക്കളെ കുറിച്ച് പറഞ്ഞതാ ശരീരത്തെക്കുറിച്ചാണെങ്കിൽ, ആ ബോഡി അവിടെയുണ്ടല്ലോ, ഭൗതികമായ ശരീരം അവിടെയുണ്ടല്ലോ, ആ ശരീരം നിന്റെ മുമ്പിലുണ്ടല്ലോ. പിന്നെ നിന്റെ ഉമ്മ പോയി എന്ന് പറയുന്നത് എന്തിനാ? അല്ല സഹോദരങ്ങളെ, അല്ല. ആ കിടക്കുന്നതിനെയല്ല നമ്മൾ ഉമ്മാന്ന് വിളിച്ചത്, പേര് വിളിച്ചത് ആത്മാവിനെയാ. ആത്മാവ് പറന്നുപോയപ്പോൾ എന്റെ ഉമ്മ പോയി അല്ല എന്ന് പറയുമ്പോ, പ്രിയപ്പെട്ട ഉപ്പയുടെ ആത്മാവ് കടന്നുപോയപ്പോൾ എന്റെ ഉപ്പ പോയി അല്ല എന്ന് പറയുമ്പോൾ, പെണ്ണുറു പോയപ്പോൾ പറയുന്നത് എന്താ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള് പോയി എന്നാ പറയുന്നത്. സഹോദരങ്ങള് ഒന്ന് മനസ്സിലാക്കണേ, മനസ്സിലാക്കണേ. ആത്മാവിന്റെ ലോകത്തെ കുറിച്ചൊന്നറിയണേ. ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറുതെയല്ല സഹോദരങ്ങളെ. ആത്മാവിനെ അറിഞ്ഞവൻ, ആത്മാവിനെ മനസ്സിലാക്കിയവൻ, അവൻ അല്ലാഹുവിനെ അറിയാൻ സാധ്യമാകുമെന്ന്, പടച്ചവനുമായിട്ട് അടുക്കാൻ സാധ്യമാകുമെന്ന് വെറുതെ പറഞ്ഞതല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു, ഒരുപാട് ഡെവലപ്മെന്റുകൾ, ടെക്നോളജി ഡെവലപ്മെന്റുകൾ, ഒരുപാട് വികാസങ്ങളുടെ നടുവിലാ നമ്മളുള്ളത്. ഒരുപാട് സയന്റിസ്റ്റുമാരുണ്ട്, ജീവിച്ചിട്ടുണ്ട്, കടന്നു പോയിട്ടുണ്ട്, റിസർച്ച് സെന്ററുകളുണ്ട്, ഒരുപാട് ഗവേഷണ പരീക്ഷണശാലകൾ നമ്മുടെ മുമ്പിലുണ്ട്. സഹോദരങ്ങള്, ഞാനൊന്ന് ചോദിക്കട്ടെ, ആ ശാസ്ത്രജ്ഞന്മാരോടും അവരുടെ ഗവേഷണങ്ങളുടെ മുമ്പിലും ഒരു ചോദ്യം നമ്മളൊന്ന് ചോദിച്ചാൽ, നിങ്ങൾ 15 കോടി കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള സൂര്യന്റെ താപത്തെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോ, ആ സൂര്യന്റെ പ്രകാശം 8 മിനിറ്റ് കൊണ്ട് ഭൂമിയിലേക്ക് എത്തുന്നു എന്ന് നിങ്ങൾ ഗവേഷണം ചെയ്യുമ്പോൾ, അതിന്റെ 3 പാളികളെ സംബന്ധിച്ച് നിങ്ങൾ ഭൗതികമായ പഠനം നടത്തുമ്പോൾ, 4 ലക്ഷം കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ചൊവ്വ, അതുപോലെ ചന്ദ്രനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോ, 40 കോടി കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ചൊവ്വയെ കുറിച്ച് പറയുമ്പോ, ഓരോ ഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോ, 40,000 കോടി നക്ഷത്ര സമൂഹങ്ങളുള്ള 50,000 കോടി ഗാലക്സികളുണ്ട് എന്ന് പറയുമ്പോ, ശാരീരികമായ വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോ, ബോട്ടണികളെ കുറിച്ച് പറയുമ്പോ, സസ്യങ്ങളുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള ശാസ്ത്ര വിഷയങ്ങൾ പറയുമ്പോ, പരാഗണത്തിന്റെ അതിനൂതനമായ വിഷയങ്ങൾ പറയുമ്പോ, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡുകൾ വലിച്ചെടുത്തുകൊണ്ട് നമുക്ക് ശ്വസിക്കാൻ വേണ്ടിയിട്ട് സുന്ദരമായ ഓക്സിജൻ നമ്മുടെ പച്ചലകൾ, നമ്മുടെ വൃക്ഷങ്ങൾ, നമ്മുടെ വൃക്ഷലതാദികൾ പുറത്തേക്ക് തെല്ലിവിടുന്നു എന്നുള്ള ശാസ്ത്രീയ സത്യങ്ങൾ കണ്ടെടുക്കുമ്പോ, അതിനൂതനമായ കണ്ടുപിടുത്തങ്ങളുടെ നെറുകയിലൂടെ കടന്നു പോകുമ്പോ, മുഴുവൻ ശാസ്ത്രലോകത്തോടും എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, ഇത്രയും വലിയ ടെക്നോളജികളുടെ മുമ്പിൽ നിന്ന് അവരോടൊന്ന് ചോദിച്ചു നോക്ക്. നിങ്ങളുടെ ശരീരം പേറിക്കൊണ്ട് നടക്കുന്ന ആത്മാവുണ്ടല്ലോ, ആ ആത്മാവിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുവോ? ആത്മാവിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുവോ? ഇത്രയും വലിയ വിസ്ഫോടനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അഭിപ്രായം പറയുമ്പോ, നിങ്ങളുടെ ഓരോ ശരീരങ്ങളും താങ്ങിക്കൊണ്ട് നടക്കുന്ന ആത്മാവുണ്ടല്ലോ, ആ ആത്മാവ് സ്വന്തം ശരീരത്തിന് സ്ഥാനം പിടിച്ചിട്ടുള്ള ആത്മാവുണ്ടല്ലോ, ആ ആത്മാവിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? അതിന്റെ നിറം എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ? അതിന്റെ വലിപ്പം എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ? വലിപ്പം എത്രയാണെന്നൊന്ന് പറഞ്ഞു തരുമോ? അതിന്റെ ഭാരം എത്രയാണെന്നൊന്ന് പറഞ്ഞു തരുമോ? അതിന്റെ രൂപം എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ? അത് ശരീരത്തിൽ എങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്നൊന്ന് പറഞ്ഞു തരുമോ? അതിന്റെ രീതികൾ എങ്ങനെയാണെന്ന് പറഞ്ഞു തരുമോ? അതിന്റെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണെന്ന് പറഞ്ഞു തരുമോ? അതിന്റെ അനാരോഗ്യ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു തരുമോ? അതിന്റെ ആരോഗ്യവും അനാരോഗ്യവും അതാ ക്ലിയറാക്കി അറിയാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ഏതാണെന്ന് പറഞ്ഞു തരുമോ? എന്തെങ്കിലും ആത്മാവിന് രോഗം പിടിപെട്ടാൽ അതിനെ ചികിത്സിക്കാനുള്ള മരുന്നൊന്ന് പറഞ്ഞു തരുമോ? ഏതെങ്കിലും ഒരു മാറ്റർ ആത്മാവിനെ സംബന്ധിച്ച് ചോദിച്ചാൽ ഒരൊറ്റ ശാസ്ത്രജ്ഞനും അതിനെ സംബന്ധിച്ച് മറുപടി പറയാൻ പറ്റൂല. ഏതൊക്കെ ആഗോളതലത്തിൽ കയ്യപ്പുള്ള ബുദ്ധിജീവിയാണെങ്കിലും ആത്മാവിനെ സംബന്ധിച്ചൊരു അഭിപ്രായം പറയാൻ പറ്റൂല. അതൊരു സ്കാനിങ് സെന്ററിലും വരൂല, ചെറുപ്പ
ചെറുപ്പക്കാരാ, അതൊരു എക്സ്റേ ഫിലിമിലും തെളിയൂല പ്രിയപ്പെട്ട പെങ്ങള്. അതൊരു അൾട്രാ വയലറ്റ് ക്യാൻസർ സെന്ററിലും ഒരിക്കലും അതിലൂടെ രശ്മികളിലൂടെ അതിനൂതനമായി അതാ തെളിയിച്ചെടുക്കുന്ന ഫിലിമുകളിൽ പോലും ആത്മാവിന്റെ ഛായാചിത്രം കാണാൻ പറ്റൂല സഹോദരങ്ങള്. പക്ഷേ ആത്മാവിനെ നിഷേധിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? നിരീശ്വരവാദി പോലും ആത്മാവുണ്ടെന്ന് സമ്മതിക്കുന്നവരാ. ആത്മാവിനെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? എന്തെല്ലാം വികാസ വിസ്ഫോടനങ്ങളുടെ നടുവിലാ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് അഭിപ്രായം പറയാൻ പറ്റാത്തത്? അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അല്ലാഹുവിന്റെ മതമുണ്ടല്ലോ, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമ ദീനാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഉണ്ടല്ലോ, ആ പ്രത്യേക ശാസ്ത്രത്തിന്റെ ആധ്യാത്മികമായ ഗ്രന്ഥമുണ്ടല്ലോ, 15 നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള ഗ്രന്ഥമുണ്ടല്ലോ, കണ്ണിന്റെ കാഴ്ചക്കുറവ് പരിഹരിക്കാൻ ഒരു കണ്ണട പോലും കണ്ടുപിടിച്ചിട്ടില്ലാത്ത 2 ചക്രങ്ങൾ ഒരു പലകയുടെ പുറത്തോ ഒരു തടിക്കട്ടത്തിന്റെ പുറത്ത് വെച്ചും ഉരുട്ടി കൊണ്ടുപോയാൽ പ്രയാസം കൂടാതെ ചരക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പോലും കണ്ടുപിടുത്തം നടത്തിയിട്ടില്ലാത്ത വിശാലമായ ശാസ്ത്രത്തിന്റെ എന്നതല്ല ഒരു പാഠശാല പോലും ഇല്ലാത്ത കാലമുണ്ടല്ലോ. ആ ഇരുണ്ട യുഗത്തിൽ ലോകത്തിന്റെ നെറുകയിലേക്ക് കടന്നു വന്ന വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ. ആ ഖുർആനിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഹബീബായ പ്രവാചകനോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാ, യസ്അലൂനക അനിർ റൂഹ്. ഓ പുണ്യപ്രവാചകരെ, ഓ പുണ്യപ്രവാചകരെ, യഹൂദികൾ വന്നിട്ട് അങ്ങയോട് ചോദിക്കും നബിയേ. എന്തിനെ സംബന്ധിച്ച് ചോദിക്കും? ആത്മാവിനെ സംബന്ധിച്ച് ചോദിക്കും നബിയേ. ഖുർആനിൽ എന്തുകൊണ്ടാ മനുഷ്യൻ ഇതിനെ സംബന്ധിച്ച് വിവരണം നൽകാനും വിശകലനം നടത്താനും വേണ്ടതുപോലെ അതിനെ സംബന്ധിച്ച് അറിവ് നേടാനും സാധ്യമല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് അടിസ്ഥാനപരമായി അല്ലാഹുവിന്റെ ഖുർആൻ വിളിച്ചോതുകയാ. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു സൂറത്തുൽ ഇസ്രായിലുള്ള ഈ ആയത്തിനെ വിശകലനം ചെയ്തുകൊണ്ട് പറയുകയാ, യഹൂദികൾ വന്നിട്ട് പ്രവാചകന്റെ മുമ്പിൽ വന്നിട്ട് സ്വഹാബികളോട് വന്ന് ചോദിക്കുകയാ, 3 കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് മറുപടി പറഞ്ഞു തരാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദിനോടൊന്ന് പറ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയണം. ഏതാണ് ആ 3 ചോദ്യം? അല്ലാഹുവിന്റെ ഖുർആനിലൂടെ ആ വിഷയം പറയുന്നുണ്ട്. ഒന്നവർ ചോദിക്കുന്നത് അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ച്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം അറിയാവുന്ന മക്കക്കാർ അവർ വന്നിട്ട് ചോദിക്കുക, അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം ഒന്ന് വ്യക്തമായി അവതരിപ്പിച്ചു തരുമോ? രണ്ടാമത്തെ ചോദ്യം ഏതാ? ദുൽഖർനൈൻ എന്ന് പറയുന്ന വിഷയത്തെ രാജാവിനെ സംബന്ധിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചൊന്ന് പറഞ്ഞു തരുമോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമത്തെ വിഷയം ഏതാ? ഓരോ മനുഷ്യനെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന ആത്മാവിനെ സംബന്ധിച്ചൊന്ന് പറഞ്ഞു തരുമോ? മറ്റ് 2 വിഷയങ്ങളും വിശുദ്ധമായ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തി. അതിന്റെ മറുപടി പറഞ്ഞത്, അതിനുശേഷമുള്ള വഹി ഇറങ്ങിയത്, ഈ ആയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ ആയത്തുകൾ ഇറങ്ങിയത് 40 ദിവസത്തിന് ശേഷമാണ്. അത്രത്തോളം ഗൗരവമുള്ള ഒരു മാറ്ററാ ചോദിച്ചത്. മറ്റ് 2 വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തു. അടുത്തതായി ആത്മാവിന്റെ വിഷയം വന്നപ്പോ ഹബീബായ പ്രവാചകനോട് ഖുർആൻ പറയുന്നു, യസ്അലൂനക അനിർ റൂഹ്. ആത്മാവിനെ സംബന്ധിച്ച് അവര് നിങ്ങളോട് ചോദിച്ചാൽ, ഒരിക്കലും 10 ലക്ഷം കോശങ്ങൾ കൊണ്ട്, സെൽസുകൾ കൊണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തു കൊടുത്തതായ ആ മനുഷ്യരുടെ തലച്ചോറുകൾക്ക് കേവലം ബുദ്ധിക്കത് മനസ്സിലാക്കാൻ പറ്റൂല. അതിന്റെ വിശദാംശങ്ങളുടെ ആഴങ്ങൾ കടന്നു ചെല്ലാൻ പറ്റൂല. അത് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഉൾക്കൊള്ളാൻ പറ്റൂല. അതുകൊണ്ട് അതിന്റെ മറുപടി എന്താ പറയേണ്ടതെന്നറിയുവോ? ആരംഭപ്പൂവിനോട് അഹദായ തമ്പുരാൻ പറയുകയാ, अस्सलामु अलैकुम रहमतुल्लाह। इंशाल्लाह साबिर का मैं करता हूँ, इंशाल्लाह साबिर का।
അള്ളാഹുവിന്റെ ഖുർആൻ പറയുമ്പോ സഹോദരങ്ങളെ മഹാന്മാര് പഠിപ്പിച്ചു തരുകയാ, മുഫസ്സിരീങ്ങൾ പഠിപ്പിച്ചു തരുകയാ, സാലിഹീങ്ങൾ പഠിപ്പിച്ചു തരുകയാ. അള്ളാഹുവിന്റെ അജയ്യമായ ദർബാറിലേക്ക് കടന്നുപോയ അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കന്മാർ അവരുടെ സ്വന്തം ശരീരങ്ങളിലുള്ള ആത്മാവിന്റെ ആനന്ദത്തിന്റെ അഭിരുചി നുണഞ്ഞ മഹാന്മാര് പറഞ്ഞു തരുകയാ. അത് കേവലം ഒരു വാക്കിലൂടെ കിട്ടേണ്ടതല്ല. അത് അല്ലാഹു നൽകിയിട്ടുള്ള ഇബാദത്തുണ്ടല്ലോ, ആ ഇബാദത്തിന്റെ ആഴങ്ങളിലൂടെ കടന്നു പോകുമ്പോ അവന്റെ ചിന്താമണ്ഡലങ്ങളെ പടച്ച തമ്പുരാന്റെ ദർബാറിലേക്ക് വായിക്കുമ്പോ, അവന്റെ ഉടമസ്ഥനെ കുറിച്ച് ചിന്തിക്കുമ്പോ, ഈ ലോകത്തിന്റെ അധികാരിയെ കുറിച്ച് ചിന്തിക്കുമ്പോ, ഇതിന്റെ നിസാരതയെ കുറിച്ച് ചിന്തിക്കുമ്പോ, പരലോകത്തിന്റെ പ്രവിശാലമായ അന്തരീക്ഷത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ, അവന്റെ പരലോക സംബന്ധമായ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അള്ളാഹുമായിട്ടൊരു പ്രയാണം നടത്തുമ്പോഴാ അവന്റെ ആത്മാവിലൂടെ റബ്ബിലേക്ക് എത്തുക. കേവലം ഒരു പ്രവർത്തനം കൊണ്ട് കിട്ടുന്നതല്ല എന്നോ മഹാന്മാര് പറയുമ്പോ സഹോദരങ്ങള്, ആ അടിസ്ഥാനപരമായ ആത്മാവ് നമുക്ക്, അതിന്റെ അറിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, അതിന്റെ ആനന്ദം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, അതിന്റെ അമൂല്യമായ ആഴങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിക്കാനുള്ള സമയമെങ്കിലും ജീവിതത്തിൽ കിട്ടുന്നില്ല എങ്കില് നമ്മൾ ഏറ്റവും വലിയ പരാജിതരാ. മറന്നു പോകണ്ട, അർഹമുർ-റാഹിമായ അല്ലാഹ് ഈ ലോകത്തേക്ക് അടിമകളാകുന്ന പാവപ്പെട്ട ഞങ്ങളെ നീ പറഞ്ഞു വിട്ടത് എന്തിനാണോ റബ്ബേ? 1 ലക്ഷം പൂർത്തിയാക്കി മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആദം നബിയുടെ തറവാട്ടിലേക്ക് തന്നെ ഞങ്ങളെ മടക്കണേ അല്ലാഹ്. ആദം നബിയുടെ തറവാട്ടിലേക്ക് ഞങ്ങളെ മടക്കണേ അല്ലാഹ്. ഒന്ന് ചിന്തിക്കു ചെറുപ്പക്കാരാ, നിന്റെ നോട്ടവും ലക്ഷ്യവും എവിടെയാ പൊന്നുമോനെ? നിന്റെ നോട്ടം എവിടെയാ? ബോഡിയിലോട്ട് നോക്കും അല്ലേ? ആത്മാവിലോട്ട് നോക്കുന്ന എത്ര പേരാ? എന്റെ പെങ്ങളെ, നീ കണ്ണാടിയുടെ മുമ്പിൽ വന്നു നിന്നാൽ നിനക്ക് ആത്മാവ് അവിടെ കാണാൻ പറ്റുന്നില്ലെങ്കിലും നിന്റെ ശരീരം കാണുമ്പോൾ, ഞാൻ അല്പം തൊലിവെളുപ്പുള്ള പെണ്ണ, ഞാൻ അടിച്ചു പൊളിച്ചൊരു വേഷവും ഇട്ടൊരു സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സും ഇട്ടുകൊണ്ട് പുറത്തേക്കങ്ങ് കല്യാണപ്പുരയിൽ ആളുകളുടെ ഇടയിൽ നടന്നു പോയാൽ അവിടെയുള്ള ആളുകളെയൊക്കെ ശ്രദ്ധ എന്റെ നേരെ തിരിയും. ചെറുപ്പക്കാരാ, ത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. ഉറക്കത്തെക്കാൾ ഉത്തമം നിസ്കാരമാണ്. നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാ ചില ചെറുപ്പക്കാർ മനസ്സിലാക്കിയേക്കുന്നത്. നിസ്കാരത്തെക്കാൾ ഉത്തമം ഉറക്കമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ സമയത്ത് പള്ളിയിലേക്ക് വിളിച്ചാൽ അവന് പോകാൻ സമയമില്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിക്കാനുള്ള ആത്മീയ അവബോധം, പ്രൈമറിയായ ഒരു നോളജ് പോലുമില്ല. ചിന്തിച്ചു നോക്കിയേ. എന്നാല് പാതിരാ സമയത്ത് അവൻ പോയി കിടന്നാലും വെളുപ്പാങ്കാലത്ത് അവൻ എഴുന്നേക്കും. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കും. എന്തിനു വേണ്ടിയാ എഴുന്നേക്കുന്നത്? തഹജ്ജുദ് നിസ്കരിക്കാനല്ല, പള്ളിയിൽ പോകാനല്ല. അവന്റെ ആത്മീയമായ രംഗങ്ങളെ പരിപോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിലേക്ക് അടുപ്പമുണ്ടാകുന്ന ഒരു കർമ്മത്തിലേക്കും എടുക്കാൻ വേണ്ടിയല്ല. അവൻ പോകുന്നത് എവിടെയാ? ജിംനേഷ്യത്തിലേക്ക് പോവുകയാണ്. അവന്റെ ആത്മാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം അവന്റെ ബോഡിയെ സംബന്ധിച്ച. അവൻ ജിംനേഷ്യത്തിൽ പോയാൽ എടുത്താൽ പൊങ്ങാത്ത വെയിറ്റുകൾ ഒന്നൊന്നായി എടുത്തു വെക്കുകയാണ്. എന്നിട്ട് ആ കണ്ണാടിയിലൂടെ അവന്റെ ട്രൈസെപ്സും ബൈസെപ്സും ഫോറാമും വിങ്സും ചെസ്റ്റും കപ്പ് ആൻഡ് ഷോൾഡറും അങ്ങനെ തുടങ്ങിയ പാഡ്സുകളൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണുമ്പോൾ ഹൃദയാന്തരാളത്തിൽ ആനന്ദമുണ്ടാകുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയുവോ? ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഒരു ബോഡി ബിൽഡർ എത്തിയിട്ടുണ്ട്. അതിന്റെ വാർത്തകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിലാ. ചെറുപ്പക്കാരാ, ഞാൻ വിശദീകരിച്ച് ഈ സദസ്സ് മലീമസപ്പെടുത്തുന്നില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഓരോ നടിമാരുടുത്തുകൊണ്ടുവരുന്ന സാരികൾ കാണുമ്പോ, ഡ്രസ്സ് കാണുമ്പോ, വസ്ത്രധാരണ കാണുമ്പോ, ഞാനതൊടുത്താൽ കൊള്ളാമായിരുന്നു, ഒന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന പെങ്ങള്, റിയാലിറ്റി ഷോയിൽ വന്ന് ഓരോ പെർഫോമൻസ് കാണുമ്പോ
എന്റെ മകളെ കൂടി അങ്ങ് പാട്ടുപാടാൻ വിട്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ചിന്തിക്കുന്ന നാണം കെട്ട സമുദായത്തിന്റെ പെങ്ങളെ ഉമ്മ ഒന്നാലോചിച്ചോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചെറിയൊരു അധ്യായം. ആ അധ്യായത്തിലൂടെ അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാ, ആണയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പല സത്യവും ചെയ്ത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സത്യം ചെയ്ത് അല്ലാഹുവിന്റെ ഖുർആൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആണയിട്ടുകൊണ്ട് അല്ലാഹു പറയുകയാ, പലതിനെ സംബന്ധിച്ചും അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സത്യങ്ങളുടെ ഒരു നിരയതാ കൊളുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വശംസി വളുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ വസ്സമാഇ വമാ ബനാഹാ വല്ലർളി വമാ തഹാഹാ വനഫ്സി വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസാഹാ. അല്ലാഹുവിന്റെ ഖുർആനാണ് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആനാണ് പെങ്ങന്മാരെ, അല്ലാഹുവിന്റെ ഖുർആനാണ് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ. ആണയിട്ടുകൊണ്ട് അല്ലാഹു പറയുകയാ, വശംസി വളുഹാഹാ, സൂര്യനെ തന്നെയാണ് സത്യം. 15 കോടി കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള സൂര്യനെ കൊണ്ട് സത്യം ചെയ്യുകയാ. പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളെന്ന് നാം കരുതുന്ന പല വിഷയങ്ങളും പ്രതിഭാസങ്ങളെയും എടുത്തുകൊണ്ട് അല്ലാഹു സത്യം ചെയ്തു പറയുകയാ. കാരണം ആ ഖസമിന്റെ സത്യത്തിന്റെ പിന്നിൽ വരുന്ന വിഷയം വളരെ ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് ഗൗരവപ്പെടുത്ത ഭൗമോപരിതലത്തിലെയും അതുപോലെ ആകാശഗംഗയിലെയും അത്ഭുതങ്ങളെ എടുത്തുകൊണ്ട് അല്ലാഹു സത്യം ചെയ്തുകൊണ്ട് പറയുകയാ, വളുഹാ, ആ സൂര്യന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം. വൽ ഖമരി ഇദാ തലാഹാ, ആ സൂര്യനങ്ങ് പോയി മറയുമ്പോൾ ചന്ദ്രന്റെ നിലാവ് കാണുന്നില്ലേ സഹോദരങ്ങളെ? ആ ചന്ദ്രനെ തന്നെയാണ് സത്യം. അല്ലാഹു പറയുകയാ, ഒന്ന് ശരിക്ക് ശ്രദ്ധിച്ചോ. ആ സൂര്യൻ ഇങ്ങനെ ശോഭിച്ചു നിൽക്കുമ്പോഴുണ്ടാകുന്ന പകലിനെ തന്നെയാണ് സത്യം. പോരാ, ആ സൂര്യനെ അങ്ങ് മൂടുമ്പോൾ, പ്രകാശമങ്ങ് അസ്തമിക്കുമ്പോൾ നമുക്ക് വിശ്രമിക്കാൻ അല്ലാഹു തന്ന രാവുണ്ടല്ലോ, രാത്രിയുണ്ടല്ലോ, അതിനെ തന്നെ സത്യം. അല്ലാഹു പറയുകയാ, വസ്സമാഇ വമാ ബനാഹാ, അതേ ഉയർന്നു നിൽക്കുന്ന ആകാശത്തിന്റെ നീലിമയുണ്ടല്ലോ, അതിന്റെ എടുപ്പുണ്ടല്ലോ, അതിനെ താങ്ങി നിർത്തുന്നത് എന്തെന്നാണോ അതിനെ തന്നെയാണ് സത്യം. വൽ അർളി വമാ തഹാ, ഭൂമിയെയും അതിന്റെ പരപ്പിനെയും തന്നെയാണ് സത്യം. പോരാ, വനഫ്സിൻ വമാ സവ്വാഹാ, അവന്റെ ആത്മാവിനെ തന്നെയാണ് സത്യം. ആത്മാവിനെ തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ആത്മാവിനെ തന്നെയാണ് സത്യം. വമാ സവ്വാഹാ, അതിനെ ചൊവ്വാക്കി നിർത്തിയ രൂപത്തെ തന്നെയാണ് സത്യം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, ആത്മാവിന്റെ ക്ഷീണത്തെയും അതിന്റെ ആരോഗ്യത്തെയും അതിന്റെ അനാരോഗ്യത്തെയും അതിന്റെ പ്രകാശത്തെയും അതിന്റെ ഇരുട്ടിനെയും അതിന്റെ നല്ല വശങ്ങളെയും തിന്മയായ മോശവശങ്ങളെയോ പഠിപ്പിച്ച ആ വിക്രയത്തെ തന്നെയാണ് സത്യം. ആ രൂപത്തെ തന്നെയാണ് സത്യം. ആ വിഷയത്തെ തന്നെയാണ് സത്യം. ഇത്രയും സത്യം ചെയ്തുകൊണ്ട് അല്ലാഹുവാകുന്ന ഉടമസ്ഥനുണ്ടല്ലോ, നമ്മളെ കാണുന്ന തമ്പുരാനുണ്ടല്ലോ, നമ്മളെ ഇപ്പോഴും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന തമ്പുരാനുണ്ടല്ലോ, നിങ്ങളുടെയും എന്റെയും ഉദ്ദേശ ലക്ഷ്യങ്ങളെ ഉള്ളുകൊണ്ട് ഉള്ളിലതാ ഉള്ളിലുള്ള മുഴുവൻ ചലനങ്ങളെയും യഅലമു ഖായിനത്തൽ അഗ്യുനി വമാ തുഖ്ഫി സുദൂർ,
മണിക്കൂർ ആ ഉള്ളിന്റെ ഉള്ളിലുള്ള ചെറിയ ചലനങ്ങളെ പോലും അറിയുന്ന അഖിലാണ്ടത്തിന്റെയും അധിപനായ തമ്പുരാനുണ്ടല്ലോ, അവനും പറയുകയാ ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആത്മാവിനെ ആരാണ് പരിശുദ്ധപ്പെടുത്തിയത്, അതിനെക്കുറിച്ച് ആരാണ് അവബോധം വരുത്തിയത്, അതിനെക്കുറിച്ച് ആരാണ് ചിന്തിച്ചിട്ടുള്ളത്, ആ ആത്മാവിന്റെ പ്രകാശവുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളുമായി ആരാണ് സഹോദരങ്ങളെ അടുപ്പം കാണിച്ചത്? സംശയിക്കണ്ട, സംശയിക്കണ്ട. ഖദ് അഫ്ലഹ, ഖദ് അഫ്ലഹ. ഖദ് എന്നുള്ള പദം മാദിയായ ഫഇലിന്റെ മുമ്പിലാ വന്നിട്ടുള്ളത്. എന്റെ മുതഅല്ലിമീങ്ങളെ, ആ വിഷയത്തിന്റെ ഗൗരവം എത്രയാ! ഖദ് അഫ്ലഹ മൻ സക്കാഹ. പോരാ, വഖദ് ഖാബ മൻ ദസാഹ. ആത്മാവിന്റെ പ്രകാശം ആരെങ്കിലും കെടുത്തി കളയുന്നുണ്ടെങ്കിൽ അതേ കള്ളിശാപ്പിലേക്ക് പോയി ആത്മാവിന്റെ പ്രകാശം ഇരുട്ടാക്കി കളഞ്ഞെങ്കിൽ, വ്യഭിചാരശാലകളിലേക്ക് പോയി ആത്മാവിന്റെ പ്രകാശത്തെ നശിപ്പിച്ചു എങ്കിൽ, അതാ ചീട്ടുകളിക്കാനും തോന്നിവാസത്തിനും പോയിക്കൊണ്ട് ആത്മാവിന്റെ പ്രകാശം നശിപ്പിച്ചു എങ്കിൽ പോരാ, അരമനയുടെ അകത്തളത്തിൽ ആത്മീയമായ പ്രതിപ്രഫുല്ലമായ പ്രകാശകിരണങ്ങൾ അലയടിക്കേണ്ട മുസൽമാന്റെ ഗൃഹമുണ്ടല്ലോ, അവന്റെ വീടുണ്ടല്ലോ, അവന്റെ ഭവനമുണ്ടല്ലോ, അവന്റെ അരമനയുടെ അകത്തളമുണ്ടല്ലോ. തോന്നിവാസങ്ങൾ മഗ്‌രിബിന്റെ സമയത്ത് സംപ്രേഷണം ചെയ്യുമ്പോൾ ഫാമിലിയായി, കുടുംബമായിട്ട് ഒരു മിനി സ്ക്രീനായി, മിനി തിയേറ്ററായിട്ട് നിന്റെ പ്രധാനപ്പെട്ട റൂമിൽ അണിഞ്ഞൊരുങ്ങിയിരുന്നു കൊണ്ട് തോന്നിവാസം കാണുന്ന പെങ്ങളെ, അങ്ങനെ നിന്റെ ആത്മാവിന്റെ പ്രകാശത്തെ നീ നശിപ്പിച്ചോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വഖദ് ഖാബ മൻ ദസാഹ. അതിനെ മലീമസപ്പെടുത്തിയവൻ പരാജയപ്പെട്ടു. പരിശുദ്ധമായ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. അപ്പൊ അതിനെ സംബന്ധിച്ച് അറിയണ്ടേ, അതിനെ സംബന്ധിച്ച് ചിന്തിക്കണ്ടേ, അതിനെ സംബന്ധിച്ച് അവബോധമുണ്ടാകണ്ടേ. മുഴുവൻ മഹാന്മാരും, മുഴുവൻ സ്വാലിഹീങ്ങളും, മുഴുവൻ മഹത്തുക്കളും ചിന്തിച്ചത് അവിടെയാണ്. ഈ ആത്മാവ് അള്ളാഹുമായിട്ട് അടുപ്പമുണ്ടാകാൻ വേണ്ടി അള്ളാഹു തന്നതാണ്. അള്ളാഹുമായിട്ട് അടുപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തന്ന അത്ഭുതമാത്മാവ്. ആ ആത്മാവ് ശരീരത്തിൽ എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ആ ആത്മാവ് ബന്ധപ്പെട്ട് കിടക്കുന്ന അവയവം ഏതാ? ആത്മാവ് ശരീരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന, ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന അവയവം ഏതാ? നമുക്കൊക്കെ മനപ്പാടമുള്ള ഒരു ഹദീസ് ഉണ്ട്, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ. അലാ എന്ന തംബീഹിന്റെ പറയാൻ പോകുന്ന വിഷയം അത് ഗൗരവമുള്ളതാണ് എന്ന് അറിയിക്കാൻ വേണ്ടി അറബി ഗ്രാമറിൽ ഉപയോഗിക്കുന്ന അലാ, അലാ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്ന ഫിൽ ജസദി മുദ്ഗ. ഓരോ ശരീരത്തിലും ഓരോ മാംസകഷ്ണമുണ്ട്. ഇദാ സലുഹത് സലുഹൽ ജസദു കുല്ലു. ആ മാംസകഷ്ണം നന്നായാൽ എല്ലാം നന്നായി. അതെങ്ങാണ് മോശപ്പെട്ടു പോയാൽ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, എല്ലാം പ്രശ്നമായി. അലാ, പിന്നെയും അലാ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് ഹബീബായ പ്രവാചകൻ പറയുന്നു, അലാ വഹിയൽ ഖൽബ്. ഏതാണ് ആ മാംസകഷ്ണമെന്നറിയുവോ? ഓരോ മനുഷ്യരുടെയും ഹൃദയമുണ്ടല്ലോ, ആ മുട്ടയുടെ വലിപ്പം അവന്റെ കൈ ചുരുട്ടി പിടിച്ചാൽ എത്രയാണ് അതിന്റെ വലിപ്പം, അത്രയും വലിപ്പമാണ് ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിനുണ്ടാവുക. 250ന്റെയും 300 ഗ്രാമിന്റെയും ഇടയ്ക്കുള്ള ആ ചെറിയൊരു മാംസകഷ്ണമുണ്ടല്ലോ, അതിന്റെ പ്രവർത്തനം വല്ലാത്ത പ്രവർത്തനമാ. അതിന്റെ ബാഹ്യ പ്രവർത്തനങ്ങൾ പോലും വലിയ അത്ഭുതമുള്ള പ്രവർത്തനമാ. പിന്നെ അതിന്റെ ആന്തരിക പ്രവർത്തനത്തിന്റെ വലിപ്പവും അത്ഭുതവും അതുപോലെ തന്നെ അതിന്റെ പ്രത്യേകതയും എത്രയാ, വിശദീകരിക്കാൻ പറ്റുമോ? ഹൃദയത്തിന്റെ ബാഹ്യ പ്രവർത്തനങ്ങൾ തന്നെ സയൻസ് പറയുന്ന വലിയ അത്ഭുതമാണ്. ശരീരത്തിൽ ഒരു രാജപദവിയുടെ സ്ഥാനമാണ് ഹൃദയം. നമ്മൾ എങ്ങനെ സാധാരണഗതിയിൽ മരിക്കുമ്പോഴും പറയാ, എന്താ എങ്ങനെ മരിച്ചു? അത് അറ്റാക്കാണ്, ഹാർട്ട് അറ്റാക്കാണ്. ഹാർട്ടിന് അറ്റാക്ക് വരാതെ ഒരാളും ദുനിയാവിൽ മരിച്ചിട്ടില്ല. എല്ലാവരും മരിക്കുന്നത് അറ്റാക്ക് വന്നിട്ടാണ്. അവർത്തെ മനസ്സിലാക്കണം. അങ്ങനെ അറ്റാക്ക് വന്ന് മരിക്കുന്നവർ വേറെ,
അറ്റാക്ക് വരാത്ത ആളുകൾ വേറെ അങ്ങനൊന്നുമില്ല. എല്ലാ മനുഷ്യരും മരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് തന്നെ മരിക്കണം. അള്ളാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു മരിക്കുന്ന സമയം ഈമാനോടെ മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ധാരാളം സഹോദരങ്ങൾ, സഹപ്രവർത്തകർ, നമ്മുടെ നേതാക്കന്മാർ, ഒരുപാട് മഹാനായ സയ്യിദുനാ ഉള്ളാള് തങ്ങളടക്കമുള്ള പല നേതാക്കന്മാരും ഖബറിലാണ്. അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ. ഏതൊരു മഹാന്റെ പേരിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്? സയ്യിദ് അബ്ദുറഹ്മാൻ അഹദൽ മഹാനായ തങ്ങളുടെ പേരിൽ ഒരു സ്മരണിക, അൽഹംദുലില്ലാ, ധന്യമീ ജീവിതം എന്ന് പറയുന്ന ഒരു ചെറിയ സ്മരണിക, വളരെ കുറഞ്ഞ പേപ്പർ എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് വായിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് വലിച്ചുവാരി എഴുതാതെ നല്ലതുപോലെ അത് കൃത്യമായി എഴുതി നിങ്ങളുടെ കയ്യിലേക്ക്, പ്രത്യേകിച്ച് അതിന് സംഭാവനയൊന്നും വേണ്ട. എങ്ങനെ സംഭാവന വേണ്ട? നിങ്ങൾ ഉദ്ദേശിക്കുന്ന വലിയ ഒരു സംഭാവനയൊന്നും അതുകൊണ്ട് നിങ്ങളാ കഴിയുന്ന നിലക്കുള്ള നല്ല ഹദിയകൾ, പ്രത്യേകിച്ച് ഒരു വിലയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിന് നൽകി എല്ലാ ആളുകളും ഇത് കൈപ്പറ്റണമെന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ നിലയ്ക്ക് ആത്മാവിനെ സംബന്ധിച്ച് നാം അറിയുന്നു. ആത്മാവിനെ സംബന്ധിച്ച് നാം അറിയുമ്പോ അള്ളാഹുവിന്റെ മഹാന്മാരുടെ ചിന്ത, അവര് ലക്ഷ്യം വെച്ചത്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ അറിയണം, അവർ കേവലം ശരീരത്തോടല്ല അമ്പിയാക്കന്മാർ സംസാരിച്ചത്. ഞാൻ ഈ പറഞ്ഞ അത്ഭുതകരമാകുന്ന ഹൃദയത്തോടാണ്, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആത്മാവിനോടാ. ആത്മീയമായ പ്രകാശത്തെ പരിപോഷിപ്പിക്കാനാണ് ഓരോ പ്രവാചകന്മാരെയും കാലോചിതമായി അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ളത്. ഓരോ പ്രവാചകന്മാരും വന്ന് അവരുടെ പ്രത്യേകമായ ദഅവത്ത് നടത്തിയത് കേവലം ശാരീരികമായ പുഷ്ടിക്കല്ല, ആത്മീയമായ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് പല മഹാന്മാരും പട്ടിണിയായിട്ട് പോലും അവർക്ക് ആ പട്ടിണിക്ക് രുചിയുണ്ടായത്. പല പ്രയാസങ്ങളും ഏൽക്കേണ്ടി വന്നപ്പോഴും പ്രതിസന്ധികളെ പൂമാല പോലെ ഹരാർപ്പണം ഏറ്റെടുക്കുന്നത് പോലെ അവരുടെ ശരീരത്തിലേക്ക് ഏറ്റെടുത്തത് ആധ്യാത്മികമായ ആനന്ദം കൊണ്ട്, ഭൗതികമായ വേദനകൾ ഒന്നുമല്ല എന്നവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് വലിയ വിശാലമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് വലിയ വിശാലമാണ്. നമ്മൾ ഈ ഭൂമിയുടെ പുറംതലിയിലൂടെ നടന്നു പോകുമ്പോ ചിന്തിക്കേണ്ട വളരെ ഗൗരവപ്പെട്ടൊരു പോയിന്റ് ഉണ്ട്. നമ്മുടെ ആത്മാവും ശരീരവും ബന്ധപ്പെടുന്ന ലോകം പോലും കുറച്ചേ ഉള്ളൂ. കൂടുതലും ആത്മാവുമായി ബന്ധപ്പെടുന്ന ലോകമാണ്. പറഞ്ഞുതരാം. 5 മണ്ഡലങ്ങളെയാണ് മനുഷ്യൻ കണ്ടുമുട്ടി കടന്നു പോകുന്നത്. 5 മണ്ഡലങ്ങൾ. ഓരോ മനുഷ്യനും കണ്ടുമുട്ടുന്നത് 5 മണ്ഡലങ്ങളെയാണ്. അതിലാദ്യം തന്നെ ശരീരമില്ല, ആത്മാവ് മാത്രമേ ഉള്ളൂ. ആലമുൽ അർവാഹ്. അള്ളാഹുവിന്റെ ഖുർആൻ ആ വിഷയം പറയുന്നുണ്ട്. മുഴുവൻ ആത്മാക്കളെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു, മുഴുവൻ ആത്മാക്കളെയും ഒരുമിച്ച് കൂട്ടി പടച്ച തമ്പുരാൻ. എന്നിട്ട് ആത്മാക്കളോട് ചോദിക്കുന്നു, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? എല്ലാ ആത്മാക്കളും ഉണ്ട്. ആ സമയത്ത് ഒരൊറ്റ ആത്മാവ് പോലും പുറത്തു പോയിട്ടില്ല. എല്ലാ ആത്മാക്കളും അവിടെ സംഗമിച്ചിട്ടുണ്ട്. ഒരാളിന്റെയും ഒരു മനുഷ്യന്റെയും മാനവരാശിയിൽ നിന്ന് ഒരാൾ പോലും പുറത്തു പോയിട്ടില്ല. മുഴുവൻ ആത്മാക്കളും കാലൂബല. അതിന്റെ മറുപടിയായിക്കൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ അർപ്പണം നടത്തുകയാ, സമർപ്പണം നടത്തുകയാ. ഞങ്ങളിതാ സമ്മതിച്ചിരിക്കുന്നു, നീയല്ലാതൊരു തമ്പുരാന് വേറെയില്ല. നീയാണ് ഞങ്ങളുടെ ഉടമസ്ഥനല്ലാ, നീയാണ് ഞങ്ങളുടെ തമ്പുരാനല്ലാ. ആ വലിയ വിലാസം ഏറ്റുവാങ്ങിക്കൊണ്ട് മാതാവിന്റെ ഗർഭാശയമെന്ന 2ാമത്തെ ലോകത്തിലേക്ക് മാനവ സമൂഹം കടന്നു വരുമ്പോ, 2ാമത്തെ മനുഷ്യൻ കണ്ടുമുട്ടുന്ന ലോകമേതാ? മാതാവിന്റെ ഗർഭാശയമാ, മാതാവിന്റെ ഗർഭാശയമാ. ആ ഗർഭാശയത്തിൽ വെച്ച് 4-ാം മാസമാ റൂഹൂതുന്നതെങ്കിലും ആ ആത്മാവ് എപ്പോഴാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടന്നു വരിക? ഒരൊറ്റ ശാസ്ത്രജ്ഞരും പറയാൻ പറ്റൂല, ഒരൊറ്റ ഡോക്ടർക്കും പറയാൻ പറ്റൂല, ഒരു ബുദ്ധിജീവിക്കും നിർണയിക്കാൻ പറ്റൂല. ആ മാതാവിന്റെ ഗർഭഗൃഹത്തിൽ കിടക്കുന്ന കുട്ടിയുണ്ടല്ലോ, ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിലേക്ക് ആത്മാവ് കടന്നു വരുന്ന സമയത്തെ കുറിച്ച് പറയാൻ പറ്റൂല. 3ാമത്തെ ലോകമേതാ സഹോദരങ്ങളെ? അതിനു മുമ്പ് ഞാനൊരു പോയിന്റ് പറയട്ടെയോ?
മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് പറന്നു വീഴുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഇങ്ങനെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നും പുറത്തേക്ക് പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ. ഞാൻ എന്തിനാണ് ഈ പോയിന്റ് പറയുന്നത്? ഈ ഭൂമി അതിവിശാലമായ ഭൂമിയാണ്, ഇവിടെയാണ് ഒരുപാട് വിശാലതയുള്ളത് എന്ന് തെറ്റിദ്ധരിച്ചു പോയവർ, അള്ളാഹു പ്രത്യേകമായി പണിതൊരുക്കി വെച്ചിട്ടുള്ള പരലോകത്തിന്റെ വിശാലത മറന്നുപോയവർ ഒന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരു ഉദാഹരണം പറയുകയാ. പുറത്തേക്ക് കടന്നു വരുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, പൈതലുകളുണ്ടല്ലോ, അതാ പ്രസവത്തിന്റെ സമയമെടുക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളോട് മലക്ക് വന്ന് പറയും, മോളെ മോനെ നീ പുറത്തേക്ക് പോയിക്കോ, പുറത്തേക്ക് പൊയ്ക്കോ എന്നതാ കുഞ്ഞിനോട് പറയുമ്പോ കുഞ്ഞിന്റെ പ്രതികരണം എന്താണെന്നറിയുമോ സഹോദരങ്ങളെ? ആ കുഞ്ഞ് പ്രതികരിക്കുകയാ, ഞാൻ എവിടെ പോകാനാ, ഞാൻ എവിടെ പോകാനായി, ഗർഭാശയത്തിൽ നിന്നും ഞാൻ എവിടേക്ക് പോകാനാ? ഉടൻ തന്നെ മലക്ക് പറയുന്നു, നിനക്ക് പോകാൻ പുറത്തൊരു ലോകമുണ്ട്, ഇതൊരു ലോകമല്ല, ഇതൊരു ലോകമല്ല, നിനക്കൊരു ജീവിതമുണ്ട്, ഭൂമിയുണ്ട്, അന്തരീക്ഷമുണ്ട്, ആകാശസീമയുണ്ട്, പക്ഷികളുണ്ട്, പറവകളുണ്ട്, വൃക്ഷങ്ങളുണ്ട്, അലറി വിളിക്കുന്ന അലമാലകളുണ്ട്, തിരമാലകളുണ്ട്, അമ്പരചുംബികളായ പർവ്വതങ്ങളുണ്ട്, പല വിശേഷണങ്ങളും പറയുമ്പോ ഉടൻ തന്നെ കുഞ്ഞിന്റെ പ്രതികരണം എന്താണെന്നറിയുവോ? ഇതിനേക്കാളും വിശാലമായ ലോകമോ? എന്താ കുഞ്ഞ് പറയുന്നത്? ഇതിനേക്കാളും വിശാലമായ ലോകമോ, ഇതിനേക്കാളും വിശാലമായ ലോകമോ? കുഞ്ഞിന്റെ പ്രതികരണമാ. കാരണം ഇതിനപ്പുറമുള്ള ലോകം കുഞ്ഞ് കണ്ടിട്ടില്ല. അതുപോലെ മൂന്നാമത്തെ ലോകമാകുന്ന ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്ന ഭൂമിയുടെ ഭ്രൂണക്കുഞ്ഞുങ്ങളാകുന്ന നമ്മളുണ്ടല്ലോ, പരലോകത്തിന്റെ പ്രവിശാലത നമുക്കറിയാത്തത് കൊണ്ട്, ആ പ്രപഞ്ചത്തിന്റെ വലിപ്പവും മഹത്വവും ആത്മീയമായ ലോകത്തിന്റെ പ്രത്യേകമായ പ്രകാശവും നമുക്കറിയാത്തത് കൊണ്ട് ഇതാണ് വലിയ ലോകമെന്ന് ചിന്തിക്കുകയാ. നമ്മളും പറയുന്നു ഇതിനേക്കാളും വലിയ തങ്ങളെ കുറിച്ച് വലിയ പരിചയമൊന്നുമില്ലാന്ന് തോന്നുന്നു, വലിയ പ്രതികരണമൊന്നും കേൾക്കുന്നില്ല. മഹാനായ ഖുത്ബുൽ അഖ്താബ് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ മഹാനവറുകൾ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം, അബൂബക്കർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന് ഒരു സംശയം ഉണ്ടായി. എന്താ സംശയം? എന്താണ് ഉണ്ടായ സംശയം? തന്റെ ഇഅ്തിഖാദിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തിനാ ഞാൻ ഈ പറയുന്നത്? മഹാന്മാര് ഖൽബുകൾ നോക്കുന്നവരാ. ഗൗസുൽ തങ്ങൾ ഖൽബ് കാണാൻ നമുക്കറിയാം, നമുക്ക് പാടാറുള്ളതാ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാം ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവാർ. കുപ്പിയടകത്തുള്ള വസ്തുവിനെ പോലെ കൽബ് നോക്കാൻ കരുത്തുള്ള ആത്മീയ തേജസ്വിയായിരുന്നു മഹാനായ ഗൗസുൽ ആദം തങ്ങൾ. മഹാനവറുകൾ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം പറയപ്പെട്ട പണ്ഡിതനൊരു സംശയം ഉണ്ടായി. എന്താ സംശയം? എന്റെ ഇഅ്തിഖാദിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുൻഗാമികളുടെ വിശ്വാസവുമായി മാറ്റുരച്ചു നോക്കുമ്പോൾ എന്റെ ഇഅ്തിഖാദിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു ചെറിയ സംശയം, ഒരു ഇഷ്കാല് വന്നുപോയി. ആ നാട്ടിലുള്ള വലിയ പണ്ഡിതന്മാരടുക്കലേക്ക് ചെന്നു, പലരെയും സമീപിച്ചു. പലരും അവരവരുടെ കഴിവിന് ആ പണ്ഡിതന് സംശയം നിവാരണം നടത്തിക്കൊടുത്തു. അവരവരുടെ കഴിവ് പോലെ പല നിവാരണങ്ങളും പല പണ്ഡിതന്മാരും നടത്തിക്കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന്റെ സംശയം ഒരിക്കലും സമ്പൂർണമായും മാറുന്നില്ല. അവസാനം ഒരു പണ്ഡിതൻ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വഅദ് പറയുന്നുണ്ട്, ആ സദസ്സിലേക്ക് നീ പോയാൽ, അവിടെ നീ ചെന്നു കഴിഞ്ഞാൽ, ഗൗസുൽ ആദം തങ്ങളുടെ സദസ്സിലേക്ക് നീ കടന്നുപോയാൽ, ആ സദസ്സിന്റെ സമീപത്ത് ചെന്നു നിന്നാൽ തന്നെ
നിന്റെ സംശയം മാനവറുകൾ കൽബ് കാണുന്ന ആളാ, നീ പറയാതെ തന്നെ നിന്റെ സംശയം മാറ്റിത്തരുമെന്ന് പറയുമ്പോ ഗൗസുൽ തങ്ങളതാ വിദൂര ദിക്കിലാണ് വഅദ് പറയുന്നത്. ഈ മനുഷ്യൻ കടന്നു പോവുകയാ. അന്വേഷിച്ച് കടന്നു ചെല്ലുമ്പോ പ്രൗഢമായൊരു സദസ്സാണ്. സുബ്ഹാനല്ലാഹ്. അവിടെ ശരീരത്തിന്റെ വഅദല്ല, ആത്മാവുമായി ബന്ധപ്പെടുത്തുന്ന വഅദാ. അള്ളാഹുവിന്റെ ദർബാറിലേക്ക് ഓടിയെടുക്കാൻ വേണ്ടിയിട്ട് അത്യാർത്തിയോടെ നിൽക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സദസ്യരെയാണ് ഈ പണ്ഡിതൻ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. ആ സദസ്സിന്റെ സമീപം വന്നു നിന്നു. മഹാനായ ഗൗസുൽ ആലം തങ്ങൾ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മഹാനവറുകൾ പറയുന്നു, ഇഅ്തിഖാദുനാ ഇഅ്തിഖാദു സലഫി വസ്സഹാബ. ഞെട്ടിപ്പോയി. തന്റെ വിശ്വാസത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സംശയിച്ചു വന്ന മനുഷ്യൻ ഞെട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്. എന്റെ ഹൃദയത്തിലുള്ള സംശയത്തിന്റെ നിവാരണമാ ഗൗസുൽ ആലം തങ്ങൾ പറഞ്ഞത്. ഇഅ്തിഖാദുനാ ഇഅ്തിഖാദു സലഫി വസ്സഹാബ, ഇഅ്തിഖാദുനാ ഇഅ്തിഖാദു സലഫി വസ്സഹാബ. നമ്മുടെ വിശ്വാസം അത് സഹാബത്തിന്റെ വിശ്വാസവാ. നമ്മുടെ വിശ്വാസം മുൻഗാമികളായ സലഫുസ് സാലിഹീങ്ങളുടെ വിശ്വാസവാ. സച്ചിതരായ അഗ്രേസരന്മാരായ മഹത്തുക്കളുടെ വിശ്വാസമാ. പേടിക്കണ്ട എന്ന് പറയുമ്പോ ഈ മനുഷ്യൻ ഞെട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്. പക്ഷെ എങ്കിലും പിന്നെ ഒരു സംശയം. അത് സാധാരണ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പറഞ്ഞതാണോ, എന്റെ കൽബ് കണ്ടിട്ട് പറഞ്ഞതാണോ? പിന്നെയും ഒരു സംശയം. അതാ രണ്ടാമത് നോക്കുമ്പോ ഗൗസുൽ ആലം തങ്ങൾ ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുകയാ. രണ്ടാം തവണ പറയുകയാ, ഇഅ്തിഖാദുനാ ഇഅ്തിഖാദു സലഫി വസ്സഹാബ. പേടിക്കണ്ട, നമ്മുടെ വിശ്വാസം അത് മഹാന്മാരായ സ്വഹാബത്തിന്റെ വിശ്വാസമാ. അത് അല്ലാഹുവിന്റെ മുൻഗാമികളായ സച്ചിതരായ മഹത്തുക്കളുടെ വിശ്വാസമാ. ഭയപ്പെടേണ്ട എന്ന് മുഖത്ത് നോക്കി പറയുമ്പോൾ ആദ്യം ഞെട്ടിയതിനേക്കാളും 10 മടങ്ങൊന്ന് ഞെട്ടിപ്പോയി. കാരണം ഇത്തവണ എന്റെ മുഖത്ത് നോക്കിയിട്ടാ എനിക്ക് മറുപടി പറഞ്ഞു തന്നത്. ഞെട്ടിയെങ്കിലും പിന്നെയും ഒരു സംശയമുണ്ടായി. അത് വഅദ് പറയുന്ന ആളുകൾ പ്രഭാഷണത്തിന്റെ വഅദിന്റെ ഇടക്ക് പറഞ്ഞതായിരിക്കുമോ? അത് സാധാരണ വഅദ് പറയുന്ന ആൾ പലരെയും ഇങ്ങനെ മാറി മാറി നോക്കാറുണ്ട്, പലരുടെയും മുഖത്ത് നോക്കി പറയാറുണ്ട്. എന്റെ ഹൃദയത്തിലുള്ള സംശയം കണ്ടുകൊണ്ടാണോ ഗൗസുൽ ആലം തങ്ങൾ പറയുന്നത്? അതല്ല, എന്റെ മുഖത്ത് മൂപ്പരുടെ നോട്ടം വീണുപോയതാണോ? സാധാരണ സദസ്യരെ നോക്കുന്നത് പോലെ നോക്കിക്കൊണ്ട് പറഞ്ഞതാണോ? എന്റെ ഹൃദയത്തിലുള്ള സംശയം കണ്ടുകൊണ്ട് പറഞ്ഞതാണോ? പിന്നെയും സംശയത്തിന്റെ അണു ആ പണ്ഡിതന്റെ അന്തരംഗത്ത് കുടുങ്ങിയപ്പോൾ തവണ ഗൗസുൽ ആലം തങ്ങൾ പേരെടുത്തങ്ങ് വിളിച്ചുടാടാ, അബൂബക്കറേ, യാ അബൂബക്കർ. നിന്നെ തന്നെ ആളുടെയും പേരിന്റെയും അഡ്രസ് ഒക്കെ പറഞ്ഞ് അതാ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, നീ ഇങ്ങനെ സംശയിക്കല്ല പൊന്നുമോനെ. ഇഅ്തിഖാദുനാ ഇഅ്തിഖാദു സലഫി വസ്സഹാബ, ഇഅ്തിഖാദുനാ ഇഅ്തിഖാദു സലഫി വസ്സഹാബ. നമ്മുടെ വിശ്വാസത്തിനൊരു കുഴപ്പവുമില്ല, അതിന് യാതൊരു വിധമായ കുഴപ്പവുമില്ല. അത് സ്വഹാബത്തിന്റെ വിശ്വാസമാ, മുൻഗാമികളുടെ വിശ്വാസമാ, സ്വാലിഹീങ്ങളുടെ വിശ്വാസമാ. ഇദ്ഹബു ഇലാ ബൈതിക, നിന്റെ വീട്ടിൽ നീ പോയിക്കോ പൊന്നുമോനെ. കാരണം ഒരുപാട് നാളായി നിന്റെ വാപ്പ പുറത്തു പോയിട്ട് ഇപ്പോൾ നിന്റെ വാപ്പ അതാ വീട്ടിൽ വന്നിട്ടുണ്ട്, ഉപ്പ വീട്ടിൽ വന്നിട്ടുണ്ട്. ഉപ്പ വീട്ടിൽ വന്ന ഉപ്പ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ ഉപ്പ നിന്റെ വീട്ടിൽ വന്നു പൊന്നുമോന്, വീട്ടിൽ പോയിക്കോ പൊന്നുമോനെ, നിന്റെ ഉപ്പ നിന്നെ അന്വേഷിക്കുന്നുണ്ട് പൊന്നുമോന്. പരിപൂർണമായ സംശയ നിവാരണ സന്തോഷത്തോടുകൂടി ആ പണ്ഡിതനാകുന്ന മനുഷ്യൻ വീട്ടിന്റെ അന്തരംഗത്തേക്ക് കടന്നു ചെന്നപ്പോൾ പ്രിയപ്പെട്ട ഉപ്പയെ കാണുകയാ, പ്രിയപ്പെട്ട ഉപ്പയോട് സന്തോഷം പങ്കിടുകയാ. കുപ്പിയാക തുള്ള
വസ്തുവിനെ പോലെ കൺമാം ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവാർ. ഹൃദയത്തിൽ നോക്കി പറഞ്ഞവരാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, നമ്മുടെ ഹൃദയാന്തരാളത്തിൽ, നമ്മുടെ ആത്മാവിൽ അല്ലാഹു കത്തിച്ചു വെച്ച ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശത്തെ പരിപോഷിപ്പിക്കേണ്ട കടമയാ നമുക്കുള്ളത്. ആ പ്രകാശത്തെ പരിപോഷിപ്പിക്കേണ്ട കടമയാ ഉള്ളത്. അത് അമൂല്യമായ സമയങ്ങൾ വെറുതെ കളഞ്ഞാൽ ആ പ്രകാശം പരിലസിക്കൂല. ലോകത്തെ ഏറ്റവും അമൂല്യമായ സമ്പത്ത് നമ്മുടെ സമയമാണ്. ഏറ്റവും അമൂല്യമായ സമ്പത്ത് നമ്മുടെ സമയമാണ്. ലോകം മുഴുവനും പകരം കൊടുത്താലും ഒരു സെക്കൻഡ്, ഒരു മൈക്രോ സെക്കൻഡ്, ഒരു നാനോ സെക്കൻഡ്, ഒരു പൈക്കോ സെക്കൻഡ് അവന് തിരിച്ചു കിട്ടൂല. അള്ളാഹു സമയത്തിന്റെ വില മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആ സമയം അതിന്റെ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ, നമ്മുടെ ആയുസിന്റെ ചിറകുകൾ ഒടിഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ഇന്നത്തെ പച്ചയില നാളത്തെ പഴുത്ത ഇലയായി മാറുമ്പോ, കടന്നു വരുന്ന പ്രഭാതം പ്രദോഷത്തിലേക്ക് കടന്നു വരുമ്പോ, ആർത്തിരമ്പി കരയെ ചുംബിച്ചുകൊണ്ട് കടന്നു വരുന്ന അലമാലകൾ അടുത്ത നിമിഷം തിരിച്ച് ആ കടലിലേക്ക് ഉൾവലിയുമ്പോ, എന്റെയും നിങ്ങളുടെയും ആയുസ് ഖബറാകുന്ന ലോകത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള നഗ്ന സത്യം നാം മറന്നുപോകാൻ പാടില്ല. സമയത്തെക്കുറിച്ച് ചിന്തിക്കുന്നവനാണ്, അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. അവന്റെ സമയം അമൂല്യമാണ്. ആലോചിച്ച് നോക്കി, അല്ലാഹു എത്ര വലിയ നിഅമത്താണ് തമ്പുരാൻ നമ്മോട് ചെയ്തത്. എത്ര വലിയ നിഅമത്താ ചെയ്തത്. ഞാൻ പറയുന്ന ഒരു പോയിന്റ് നിങ്ങളൊന്ന് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. എത്ര വലിയ അനുഗ്രഹമാ തമ്പുരാൻ നമ്മോട് ചെയ്തത്. തുച്ഛമായ നാളത്തെ പരിശ്രമം കൊണ്ട് അള്ളാഹുവിന്റെ പ്രവിശാലമായ സ്വർഗം നമുക്ക് നൽകാമെന്ന് പറഞ്ഞു. അല്ലേ? സ്വർഗത്തെ സംബന്ധിച്ച് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താ? ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും അങ്കുരിക്കുക പോലുമില്ല. നമ്മളിങ്ങനെ സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ, അതിന്റെ കളകളാരവം മുഴക്കുന്ന അരുവികളെ സംബന്ധിച്ച് പറയുമ്പോൾ, അതിന്റെ കെട്ടിടങ്ങളെ സംബന്ധിച്ച്, സ്വർഗത്തിലെ സമുച്ചയങ്ങളെ സംബന്ധിച്ച്, മുത്തും പവിഴവും നിറച്ചതായ മുറ്റങ്ങളെ സംബന്ധിച്ച്, ആ സ്വർഗത്തിന്റെ കുന്നുമാമലകളെ സംബന്ധിച്ച്, താഴ്വരകളെ സംബന്ധിച്ച്, അതിന്റെ പഴങ്ങളെ സംബന്ധിച്ച്, അതിന്റെ തേനാറുകളെ പാലാറുകളെ സംബന്ധിച്ചു കൊണ്ട് പറയുമ്പോ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചെറിയ സ്വർഗം ഇങ്ങനെ രൂപപ്പെട്ട് വരാറുണ്ട്. ഹബീബായ പ്രവാചകം പറയുന്നു, ഇല്ല മക്കളെ, ഒരിക്കലും സ്വർഗം ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ വരൂല. ആ വരുന്നത് സ്വർഗമല്ല, അത് വരൂല്ല എന്ന് പറയുമ്പോൾ, അത്ര പരിശുദ്ധമായ അത്ഭുതങ്ങളുടെ കലവറയാകുന്ന സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗം അല്ലാഹു നമുക്ക് നൽകാമെന്ന് പറഞ്ഞതിന്റെ പിന്നിൽ 1 കോടി വർഷം അധ്വാനിച്ചാലും ആ സ്വർഗം നമുക്ക് കിട്ടണമെന്നില്ല. 10 കോടി വർഷം നമ്മൾ അധ്വാനിച്ചാലും ആ സ്വർഗത്തിന്റെ മരുമളം പോലും ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിൽ സമാനമായ ആരാധനകൾ ആ 10 കോടി വർഷത്തിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള പ്രവിശാലമായ സ്വർഗം തരാമെന്ന് പറഞ്ഞത് തുച്ഛമായ നാളത്തെ അധ്വാനം കൊണ്ടാണെന്ന് പറയുമ്പോ ഒന്നാലോചിക്കണേ സഹോദരങ്ങളെ, എത്ര വലിയ കരുണയാ തമ്പുരാൻ നമ്മോട് ചെയ്തത്, എത്ര വലിയ കരുണയാ ചെയ്തിട്ടുള്ളത്. അടിസ്ഥാനപരമായി 5 സമയവും കൃത്യമായി നിത്യമായി നിസ്കരിക്കണമെന്ന് പറയുമ്പോൾ, പരിശുദ്ധമായ നിസ്കാരവുമായി ബന്ധമുള്ള ചെറുപ്പക്കാരെത്രയാ, അള്ളാഹുവിന്റെ ദീനുമായി അടുപ്പമുള്ള ചെറുപ്പക്കാരെത്രയാ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് വസ്ത്രം ധരിക്കുന്ന പെങ്ങന്മാരെത്രയാ, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കു പോകുന്ന പെങ്ങന്മാരെത്രയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സമയത്തിന്റെ മൂല്യത പറയുമ്പോൾ, അതിന്റെ അമൂല്യമായ അന്തരീക്ഷത്തെ കുറിച്ച് പറയുമ്പോൾ, ഇന്ന് മനുഷ്യന്റെ സമയങ്ങൾ ഇത്രയും വലിയ തിടുക്കമായി ആരോട് ചോദിച്ചാലും മറുപടി പറയുന്നത് സമയമില്ല, സമയമില്ല, സമയമില്ല. നീ എന്താ പള്ളിയിൽ വരാഞ്ഞത്, എന്താ വാതിൽ വരാഞ്ഞത്, സമയമില്ല, സമയമില്ല. ആ
ആർക്കും സമയമില്ല എന്ന് മറുപടി പറയുന്ന ഈ കാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ അതാ ഫേസ്ബുക്കിലൂടെ സമയം കളയുന്ന ചെറുപ്പക്കാരാ, ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിലൂടെ സമയം കളയുന്ന, വാട്സാപ്പിലൂടെ സമയം കളയുന്ന, വീചാറ്റിലൂടെ സമയം കളയുന്ന, മറ്റു വലിയ സോഷ്യൽ മീഡിയകളിലൂടെ സമയം കളന്നുകൊണ്ടിരിക്കുന്ന, യാതൊരു ഉപകാരവുമില്ലാതെ വെറും സെർച്ച് ചെയ്തുകൊണ്ട് പല പെണ്ണുങ്ങൾക്കും കമന്റ് അടിച്ചുകൊണ്ട്, മെസ്സേജ് വിട്ടുകൊണ്ട്, ലൈക്ക് കൊടുത്തുകൊണ്ട്, കമന്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ, ഒന്നാലോചിക്കണേ. ആ സമയങ്ങളുണ്ടല്ലോ, ആ സമയങ്ങൾ തമ്പുരാന്റെ മുമ്പിൽ വരൂല്ലേ ചെറുപ്പക്കാരാ? ആ അമൂല്യമായ സമയങ്ങൾ സ്വർഗത്തിൽ പോകാനുള്ളതല്ലേ? ആ അമൂല്യമായ സമയങ്ങൾ ആത്മാവുമായിട്ട് അടുക്കാനുള്ളതല്ലേ? ഹൃദയം ശുദ്ധിയാക്കാനുള്ളതല്ലേ? അല്ലാഹുവുമായിട്ട് അടുക്കാനുള്ളതല്ലേ? ഹബീബായ പ്രവാചകനുമായി അടുക്കാനുള്ളതല്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഏതാണെന്നറിയുമോ? പടച്ച തമ്പുരാൻ ഓരോ മനുഷ്യനും അവന്റെ ആത്മാവിൽ പ്രകാശം സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. ഓരോ ഹൃദയത്തിലും പ്രകാശമുണ്ട്. ആ പ്രകാശത്തെ വേണ്ടതുപോലെ പരിപോഷിപ്പിക്കുന്നവനാണ് യഥാർത്ഥ സത്യവിശ്വാസി. അവനുള്ളതാ സ്വർഗം. അവനാ നാളെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിന്റെ തീരത്ത് പരിശുദ്ധമായ ഹൗലുൽ കൗസറിന്റെ ഓരത്ത് കാത്തു നിൽക്കുന്നത്. അള്ളാഹു അതിനുള്ള അനുഗ്രഹം നൽകുമാറാകട്ടെ, അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. എന്തിനു വേണ്ടി? അള്ളാഹു നമ്മുടെ ഹൃദയാന്തരാളത്തിൽ, നമ്മുടെ ആത്മാവിൽ തന്നിട്ടുള്ള പ്രകാശം, ആ പ്രകാശം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു, ഒന്നും കൂടെ ഉറച്ച്, മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു, വലിയ സാഹിദീങ്ങളുടെ നേതാവാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദർബാറിലേക്ക് ഓടിയെടുത്ത മഹാന, ധാരാളം കറാമത്തുകളുള്ള മഹാന, അള്ളാഹുവിന്റെ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ മഹാന. ഇവിടുത്തെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് സലാമത്ത് നൽകുമാറാകട്ടെ. ആ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ തന്റെ പ്രിയപ്പെട്ട പ്രാണപ്രയസിയാകുന്ന സഹധർമ്മിണിയോട്, ഭാര്യയോട് പറയുന്നു, തന്റെ വീടിന്റെ മുമ്പിലുള്ള ഒരു പുഴയെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ആ പുഴയുടെ അക്കരയുള്ള ഒരു മലഞ്ചെരുവുണ്ട്. ആ മലഞ്ചെരുവിന്റെ താഴെ അള്ളാഹുവിനെ പേടിക്കുന്ന, പടച്ചതമ്പുരാനെ ഭയപ്പെടുന്ന, അള്ളാഹുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള ആരിഫായ ഒരു മഹാനിരിപ്പുണ്ട്. ആ മഹാന്റെ അടുക്കലേക്ക് നീ നല്ല ഭക്ഷണങ്ങൾ പാചകം ചെയ്തുകൊണ്ട് കൊടുക്കണം. ആ മഹാന്റെ അടുക്കലേക്ക് നീ നല്ല ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കണമെന്ന് പറയുമ്പോൾ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയോട് പറയുമ്പോൾ, അതാ ഭാര്യ ഭാഗത്തേക്ക് പോകുന്നു, നല്ല ഭക്ഷണം തയ്യാറാക്കുന്നു, കാര്യമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി പാത്രത്തിൽ വെച്ചുകൊണ്ട് കൊണ്ടുപോവുകയാ. അതാ പുഴയുടെ കരയിൽ ചെന്ന് നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ പുഴയുടെ കരയിൽ ചെന്ന് നിൽക്കുമ്പോ വള്ളമില്ല. ആ പുഴയുടെ അക്കരയിലേക്ക് പോകണമെങ്കിൽ വള്ളം ആവശ്യമാണ്. നോക്കുമ്പോ ആ പുഴയുടെ അക്കരയാണ് ആ വള്ളം കിടക്കുന്നത്. ആ വള്ളം എങ്ങനെയാ ഇക്കരയെത്തുക? ഇക്കരയെത്തിയാലല്ലാതെ പോകാൻ പറ്റൂലല്ലോ. ആരോടും സഹായം ചോദിക്കാൻ ഒരു സഹായവും പരിസരത്തില്ല. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുന്നു, ഈ പുഴ കടന്നു പോകണമെങ്കിൽ അക്കരയുള്ള വള്ളം എനിക്ക് കിട്ടിയേ പറ്റൂ, വേറെ നിർവാഹമില്ല. ഉടൻ തന്നെ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അക്കരയുള്ള വള്ളത്തിനെ നോക്കിക്കൊണ്ട് പറയണം, അല്ലാഹുവിന്റെ അടിമയാകുന്ന ഞാൻ എങ്ങനെയുള്ള അടിമയായി ഇന്നുവരെയും ശാരീരിക ബന്ധത്തിന്റെ സുഖമറന്നിട്ടില്ലാത്ത, ഒന്ന് ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, ദാമ്പത്തിക ബന്ധത്തിന്റെ സുഖം മറന്നിട്ടില്ലാത്ത, വൈവാഹിക ബന്ധത്തിന്റെ സുഖം മറന്നിട്ടില്ലാത്ത, ഇന്നുവരെയും സ്ത്രീ പുരുഷ സുഖം മറന്നിട്ടില്ലാത്ത അല്ലാഹുവിന്റെ അടിമയാകുന്ന ഈ പാവപ്പെട്ട ലുഖ്മാൻ, ഈ ലുഖ്മാൻ പറഞ്ഞെന്ന് പറയൂ, ഏ വള്ളമേ ഇക്കരയിലേക്ക് വരിക. അതാ ഇക്കര നിന്നുകൊണ്ട് ആ പെണ്ണത്ഭുതപ്പെട്ടു പോകുന്നു. ഇത് കേൾക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കാരണം തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇന്നുവരെയും കള്ളം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കളവിനോട് ലാഞ്ചനയുള്ളൊരു വാക്കുപോലും പറയാത്ത മഹാന, അള്ളാഹുവിനെ പേടിയുള്ള ആരിഫ. പക്ഷേ എന്നോടിപ്പോ പറഞ്ഞതിൽ എനിക്ക് സംശയമുണ്ടല്ലോ. കാരണം എത്രയോ എന്റെ രാവുകളെ പകലാക്കി തന്ന,
ഞാനുമായിട്ട് എത്രയോ രാവുകളിൽ ശയിക്കുകയും ലയിക്കുകയും രമിക്കുകയോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്ത എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പറഞ്ഞതിന്റെ അർത്ഥമെന്താ? അതാ കടന്നു പോവുകയാ, മന്ദം മന്ദം കടന്നു പോയിട്ടോ അക്കരെയുള്ള തോണിയെ നോക്കിക്കൊണ്ട് പെണ്ണ് പറയുകയാ, മകതി പറയുകയാ, ഇന്ന് വരെയും ശാരീരിക ബന്ധത്തിന്റെ സുഖം മറന്നിട്ടില്ലാത്ത എന്റെ ഭർത്താവാകുന്ന അല്ലാഹുവേ, നിന്റെ അടിമയാകുന്ന ലുഖ്മാൻ എന്ന അടിമ പറയുന്നു, ഏ വള്ളമേ ഇക്കര വരൂ, ഇക്കര വരൂ, ഇക്കര വരൂ. സുബ്ഹാനല്ലാഹ്, അത്ഭുതമെന്ന് പറയട്ടെ, ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ഇക്കരയിലേക്ക് വള്ളമതാ സ്വയം സ്വമേധയാ കടന്നു വരികയാ. അതാ ഏതോ ഒരു ലോകത്തെന്നതുപോലെ അത്ഭുതത്തോടെ ആ മഹതിയാ വള്ളത്തിൽ കയറി അക്കരയിലേക്ക് വള്ളം കടന്നുപോയി. സുബ്ഹാനല്ലാഹ്, അക്കരെ ചെന്നു. അതാ മഹാനാ മലഞ്ചെരുവിലിരിക്കുന്ന മഹാനെ കണ്ടുമുട്ടുകയാ. ആ മഹാന്റെ മുമ്പിലേക്ക് ആ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ വെച്ചു കൊടുത്തു. ആ ഭക്ഷണം നല്ല റാഹത്തായിട്ട് ഭക്ഷണം കഴിച്ചു. ആ പാത്രവുമായി തിരിച്ചതാ വീട്ടിലേക്ക് കടന്നു പോകാൻ പുഴയുടെ വക്കിനെത്തുമ്പോ സുബ്ഹാനല്ലാഹ്, താൻ ഏതൊരു വള്ളത്തിലാണോ ഇക്കര വന്നത് ആ വള്ളം തിരിച്ചതാ അക്കരെ പോയിരിക്കുന്നു. അത്ഭുതമാ, അത്ഭുതമാ. പടച്ചവനെ, ഞാനെങ്ങനെയാ അക്കരെ പോവുക? വള്ളം ഇതാ പിന്നെയും അപ്പുറത്താ. ഇവിടെ സഹായം ചോദിക്കാൻ ഈ മഹാനല്ലാതെ മറ്റാരുമില്ല. ഉടൻ തന്നെ മഹാനോട് പറയുന്നു, ഞാൻ വന്നതാ വള്ളത്തിലാ, വന്ന വള്ളം അക്കരെ പോയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിൽക്കുന്ന കരയിലേക്ക് ആ വള്ളം എങ്ങനെയെങ്കിലും വരുത്തിക്കള, കാരണം എനിക്ക് അക്കരെ പോകാൻ മറ്റൊരു വഴിയില്ല എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ ആരിഫായ മഹാനായ ആത്മീയ പ്രകാശമുള്ള ആത്മാവിലൂടെ അള്ളാഹുവിലേക്ക് അടുത്ത ഹൃദയത്തിൽ കത്തിച്ചു വെച്ചു കൊടുത്ത പ്രകാശം പരിലസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹാനായ മനുഷ്യൻ പറയുകയാ, ഏ പെണ്ണേ, അക്കരയുള്ള വള്ളത്തെ നോക്കിക്കൊണ്ട് നീ പറയണം, ഇന്ന് വരെയും ഭക്ഷണത്തിന്റെ രുചിയറിഞ്ഞിട്ടില്ലാത്ത, ഇന്ന് വരെയും ഭക്ഷണത്തിന്റെ രുചിയറിഞ്ഞിട്ടില്ലാത്ത, ഇന്ന് വരെയും ഭക്ഷണത്തിന്റെ രുചിയറിഞ്ഞിട്ടില്ലാത്ത അള്ളാഹുവിന്റെ അടിമയാകുന്ന ഞാൻ പറഞ്ഞു അക്കരയുള്ള വള്ളത്തിനോട് പറ, ഞാൻ പറഞ്ഞു ഇക്കര വരാനെന്ന് പറയുമ്പോൾ പെണ്ണിന് പിന്നെയും അത്ഭുതമായി. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ഇതെന്തൊരു വർത്തമാനമാണ്! ഞാൻ കൊടുത്ത ഭക്ഷണം വളരെ ആർത്തിയോടെ സമ്പൂർണമായും ഭക്ഷിച്ച ഈ മനുഷ്യനാണല്ലോ, എന്റെ മുമ്പിൽ വെച്ച് തന്നെയാണല്ലോ ഭക്ഷിച്ചിട്ടുള്ളത്, ഈ ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞിട്ടില്ല എന്നോട് പറയുമ്പോ പിന്നെയും സംശയത്തോടെ കടന്നുപോയി അപ്പുറത്തുള്ള വള്ളത്തെ നോക്കിക്കൊണ്ട് പറയുമ്പോ അത്ഭുതത്തോടെ, അത്ഭുതത്തോടെ സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെയും ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞിട്ടില്ലാത്ത ഇന്ന മഹാന് പറയുന്നു, അല്ലാഹുവിന്റെ അടിമ പറയുന്നു, വള്ളമേ ഇക്കര വരൂ എന്ന് പറയുമ്പോ അത്ഭുതത്തോടെ വള്ളം ഇക്കരയിലേക്ക് കടന്നു വരുന്ന രംഗം കാണുമ്പോ സുബ്ഹാനല്ലാഹ്, ചിന്തിക്കടേ സഹോദരങ്ങളെ, ആ പെണ്ണ് അത്ഭുതത്തോടെ ആ വള്ളത്തിൽ കയറുകയാ, വീട്ടിൽ പോവുകയാ, വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ, കടന്നു ചെല്ലുകയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് കാര്യം പറയുന്നു, വല്ലാതെ സംശയമല്ലാത്തൊരു സംശയം, കാരണം നിങ്ങൾ എന്നോട് വള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഇന്ന് വരെയും ദാമ്പത്തിക സുഖമനുഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ആ മഹാൻ എന്നോട് പറഞ്ഞത് ഞാൻ കൊടുത്ത ഭക്ഷണം എന്റെ കൺമുമ്പിൽ വെച്ച് കഴിച്ച ആളാ, പക്ഷേ ആ മഹാൻ എന്നോട് പറഞ്ഞത് എന്താ? ഇന്ന് വരെയും ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞിട്ടില്ല എന്നാ എന്നോട് പറഞ്ഞത്. ഇത് കളവിനോട് ലാഞ്ചനയുള്ളതല്ലേ? ഇത് സത്യമാണോ, സത്യമാണോ? ഒരു സംശയം പോലെ ചോദിക്കുമ്പോ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പേടിക്കണ്ട, ഇപ്പോൾ പോകൂ, ആ നിവാരണം ഞാൻ മാറ്റിത്തരാം, ആ സംശയത്തിന് ഞാൻ നിവാരണം തരാം, ആ സംശയത്തിന് ഞാൻ മറുപടി തരാം, ഇപ്പോൾ നിന്റെ പണി നോക്കി പോകൂ എന്ന് പറഞ്ഞേക്കുമ്പോ നാളുകൾ മുമ്പോട്ട് നീങ്ങി. സുബ്ഹാനല്ലാഹ്, ഈ പെണ്ണിന്റെ വീട്ടിലൊരു വിവാഹം വരികയാ. ശ്രദ്ധിക്കണേ സഹോദരങ്ങള്, ഈ പെണ്ണിന്റെ കുടുംബത്തിൽ വന്ന വിവാഹം, അത്യാവശ്യമായും പങ്കെടുക്കേണ്ട വിവാഹം. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു ആകുന്ന ഭർത്താവിനോട് പറയുന്നു, എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരുടെ വിവാഹത്തിന് പോകണം, ആ വിവാഹത്തിന് പോകണം, നിങ്ങൾ അനുവാദം തരണമെന്ന് പറയുമ്പോ ഉടൻ തന്നെ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു അല്പം ചിന്തിച്ചുകൊണ്ട് പറയുകയാ, ഞാൻ അനുവാദം നൽകാം, പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്. ഞാൻ അനുവാദം നൽകാം, പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്താണ് ഡിമാൻഡ്? എന്താണ് ഡിമാൻഡ്? എന്ത് ഡിമാൻഡ് വേണമെങ്കിലും ഞാൻ അംഗീകരിച്ചോളാം. അങ്ങനെയാണല്ലോ സ്ത്രീകൾ സാധാരണ ഒരു കാര്യം ആഗ്രഹിച്ചാൽ
എന്ത് ത്യാഗം ചെയ്യാനോ ഒരു തയ്യാറാവും, അവരുടെ കാര്യം നടന്നു കിട്ടിയാൽ മതി. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയുന്നു, എന്ത് ഡിമാൻഡ് വേണമെങ്കിലും പറയൂ, എനിക്ക് കല്യാണത്തിന് പോകണം. മഹാനായ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറയുന്നു, നീ കല്യാണത്തിന് പോകുമ്പോൾ നിന്റെ കയ്യിലേക്ക് ഞാൻ ഒരു വിളക്ക് കത്തിച്ചു തരും, നിന്റെ കയ്യിലേക്കൊരു വിളക്ക് കത്തിച്ചു തരും, ഒരു തിരുനാളം ഞാൻ കത്തിച്ചു തരും. ആ തിരുനാളവുമായിട്ട് വേണം നീ കല്യാണത്തിന് പോകാൻ. ആ തിരുനാളമെങ്ങാണം അണഞ്ഞാൽ നീ എവിടെ വേണമെങ്കിലും അതുമായിട്ട് പോയിക്കോ, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ആ തിരുനാളമെങ്ങാണം അണഞ്ഞു പോയാൽ നിന്നെ ഞാൻ 3 ത്വലാഖും ചൊല്ലിയിരിക്കുന്നു. തഅലീഖിന്റെ ത്വലാഖ് അങ്ങ് നടത്തുകയാ. ആ തിരുനാളം എപ്പോഴെങ്കിലും അണഞ്ഞാ പിന്നെ ത്വലാഖ് ചെല്ലണ്ട, അപ്പോഴാണ് ആ ത്വലാഖ് അങ്ങ് സംഭവിക്കുക. ആ നിലക്ക് തഅലീഖിന്റെ തലാഖ് പറഞ്ഞപ്പോ പെണ്ണത്ഭുതപ്പെട്ടു, പടച്ചവനെ ഇതെന്ത് പരീക്ഷണവാ, എന്റെ ജീവിതത്തിലെ ഏറ്റവും അല്ലാഹു തന്നൊരു നിഅമത്താണ്. ആധ്യാത്മിക തലങ്ങളിൽ കയ്യപ്പുള്ള ഈ ലുഖ്മാൻ ഹക്കീം എന്ന അല്ലാഹുവിന്റെ അടിമയാകുന്ന ഈ മഹാനെനിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ ആ പെണ്ണ് കല്യാണപ്പുരയുടെ കാര്യം ഓർക്കുമ്പോൾ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറെടുക്കുകയാ. സന്നദ്ധത പ്രകടിപ്പിക്കുമ്പോൾ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഒരു വിളക്ക് കത്തിച്ച് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ കയ്യിൽ കൊടുക്കുകയാ. ആ വിളക്കുമായി മന്ദം മന്ദമതാ കടന്നു പോവുകയാ. കാറ്റ് വരുമ്പോൾ അണയാതെ മറ്റേ കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട്, വസ്ത്രം ധരിച്ചു പിടിച്ചുകൊണ്ട്, പല നിലക്കും സാഹസ്യം സഹിച്ചുകൊണ്ട് കല്യാണ വീട്ടിലേക്ക് കടന്നു പോവുകയാ. കാരണം ഈ വിളക്കങ്ങാണ് മണഞ്ഞുപോയാൽ എന്റെ ഭർത്താവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയാ, ത്വലാഖ് സംഭവിക്കുമല്ലോ. അതുകൊണ്ട് ആ വിളക്കിലേക്ക് നോക്കിക്കൊണ്ട് കല്യാണ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ, തന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരെ കണ്ടുമുട്ടുമ്പോൾ, തന്റെ പ്രിയപ്പെട്ട പലരെയും കണ്ടുമുട്ടുമ്പോൾ, തന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരോട് പല വിശേഷങ്ങളും ചോദിക്കുമ്പോൾ, പല വിഷയങ്ങളും കുടുംബക്കാര് പറയുമ്പോ സുബ്ഹാനല്ലാഹ് കുടുംബങ്ങളുമായി സംസാരിക്കുന്നു. അങ്ങനെയാ പുതിയ പെണ്ണിന്റെ അടുക്കലേക്ക് കടന്നു പോവുകയാണ്. പുതിയ പെണ്ണിന്റെ അടുക്കലേക്ക് കടന്നു പോവുകയാണ്. പുതിയ പെണ്ണിന്റെ അടുക്കലേക്ക് കടന്നു പോവുകയാണ്. പുതിയ പെണ്ണിന്റെ വസ്ത്രം പിടിച്ചു നോക്കുന്നു. അവളുമായിട്ട് കുശലാന്വേഷണം നടത്തുന്നു. അവളുമായിട്ട് പല സംസാരവും നടത്തുന്നു. അതിനുശേഷം ഭക്ഷണം കൊടുക്കുന്നു. അതിനുശേഷം ഭക്ഷണം കഴിക്കുന്നു. സുബ്ഹാനല്ലാഹ്, സാദിഖമായ ഭക്ഷണം കഴിക്കുന്നു. റാഹത്തായ ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണമെല്ലാം കഴിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. വീട്ടിലേക്ക് കടന്നു വരുന്നു. സുബ്ഹാനല്ലാഹ്, വീട്ടിലെത്തി നോക്കുമ്പോ ഭർത്താവ് പടിവാദിക്കലുണ്ട്. ഭർത്താവിന്റെ കയ്യിലേക്ക് ആ കത്തിച്ചു വെച്ച വിളക്ക് കൊടുത്തിട്ടാണ് ദീർഘശ്വാസം വിടുന്നത്. ഉടൻ തന്നെ ഭർത്താവാകുന്ന ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു ആ വിളക്ക് കൊടുത്ത് സന്തോഷത്തോടെ തിരഞ്ഞു നടക്കുമ്പോ ആ പെണ്ണിനോട് ചോദിക്കുന്നു, പെണ്ണേ, നീ ആരെയൊക്കെയാണ് ആ കല്യാണ വീട്ടിൽ കണ്ടുമുട്ടിയത്? നീ എന്തൊക്കെയാ ഭക്ഷണം കഴിച്ചത്? നീ എന്തെല്ലാം കാര്യങ്ങൾ ആരോടെല്ലാമാ പറഞ്ഞത്? നീ പുതിയ പെണ്ണിനെ കണ്ടോ? അവളിട്ട വസ്ത്രത്തിന്റെ നിറമെന്താ? അവളോട് എങ്ങനെയൊക്കെയാ നീ സംസാരിച്ചത്? ഓരോ കല്യാണ വിശേഷങ്ങളെ സംബന്ധിച്ച് ചോദിക്കുമ്പോ മറുപടി ഇല്ലാതെ കുഴങ്ങുകയാ. ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഉടൻ തന്നെ പെണ്ണ് പറയുകയാ, ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ കല്യാണ വീട്ടിൽ പോയി, ഞാൻ പലരോടും പലതും പറഞ്ഞു. ഞാൻ കല്യാണ പെണ്ണിനെ കണ്ടു, കല്യാണ പെണ്ണിനോട് പലതും പറഞ്ഞു. ഞാൻ ഭക്ഷണം കഴിച്ചു, റാഹത്തായി ഭക്ഷണം കഴിച്ചു. പക്ഷേ എന്താ കഴിച്ചതെന്ന് ഓർമ്മയില്ല, എന്താ പറഞ്ഞതെന്ന് ഓർമ്മയില്ല. കാരണം ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ഘടിപ്പിച്ചിരിക്കുന്ന ഈ വിളക്കുണ്ടല്ലോ, ആ വിളക്കിലേക്ക് നോക്കിയിട്ടായിരുന്നു ഞാൻ മുന്നോട്ട് പോയത്. ആ വിളക്കിൽ നിന്നും ശ്രദ്ധ മാറ്റാതെയാ ഞാൻ മുന്നോട്ട് പോയത്. അതുകൊണ്ടൊന്നും എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ്,
ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറയുന്നു, പെണ്ണ്, കാലങ്ങൾക്ക് മുമ്പ് എന്നോട് ചോദിച്ചൊരു സംശയമുണ്ടല്ലോ. ആ വള്ളത്തിനോട് ഇന്നുവരെയും ശാരീരിക ബന്ധത്തിന്റെ സുഖം അനുഭവിച്ചിട്ടില്ല എന്ന് കേട്ടപ്പോൾ, ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞിട്ടില്ല എന്ന് കേട്ടപ്പോൾ അതിൽ സംശയം വന്ന പെണ്ണെ, നീ ആലോചിച്ചു കൊള്ളുക. നീയും ഞാനും അല്ലാഹുവിന്റെ രണ്ട് അടിമകളാ. ഞാനും നീയും തമ്മിലുള്ള ബന്ധം, ആ ബന്ധം വേർപെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഞാൻ കത്തിച്ചു തന്ന വിളക്കിന്റെ പ്രകാശം കെട്ടുപോകാതെ നീ മുന്നോട്ട് പോയപ്പോൾ പരിസരം മറന്നുപോയെങ്കിൽ ഖാലിഖായ നാഥനുണ്ടല്ലോ, ഉടമസ്ഥരായ തമ്പുരാനുണ്ടല്ലോ, എല്ലാം നൽകുന്ന ജല്ല ജലാലായ അലീമായ റബ്ബുണ്ടല്ലോ, ഇല്ലായ്മയിൽ നിന്ന് പടച്ച തമ്പുരാനുണ്ടല്ലോ, ഇല്ലായ്മ മുങ്കടക്കാത്ത തമ്പുരാനുണ്ടല്ലോ. ആ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവന്റെ അടിമയാകുന്ന എന്റെ ഹൃദയത്തിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. ആ വിളക്കെങ്ങാണ് മണഞ്ഞു പോയാൽ പരിസരവുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്തിയിട്ട് ആ വിളക്കിന്റെ പ്രകാശമുണ്ടല്ലോ, ആ ആത്മീയ രംഗത്തിന്റെ പ്രകാശമുണ്ടല്ലോ, അതെങ്ങാണ് മണഞ്ഞു പോയാൽ, അതിന്റെ പ്രകാശം കുറഞ്ഞു പോയാൽ, പടച്ചവനുമായിട്ടുള്ള ആധ്യാത്മികമായ ബന്ധത്തിന്റെ തലങ്ങളിൽ എന്തെങ്കിലും കോട്ടം വന്നു പോയാൽ എനിക്കത് സഹിക്കാൻ പറ്റൂല, എനിക്കത് സഹിക്കാൻ പറ്റൂല, എനിക്കത് അസഖ്യമാ അസഖ്യമാ അസഖ്യമാ. അതുകൊണ്ട് എന്റെ ശ്രദ്ധ മുഴുവനോ പരിസരത്തല്ല, ആ പ്രകാശത്തിലാ വിളക്കിലാണെന്ന് പറയുമ്പോ, പരിസരത്തുള്ള ഒന്നും അറിയുന്നില്ല എന്ന് പറയുമ്പോ, ആ വാക്കിന്റെ വിശാലമായ അർത്ഥം മനസ്സിലാക്കിയ മഹതിയായ തന്റെ പ്രിയപ്പെട്ട ഭാര്യ അൽഹംദുലില്ലാഹ് കൂടുതൽ ആത്മീയ ഉണർവോടെ ചിന്തിച്ചപ്പോ കാര്യങ്ങൾ മനസ്സിലായ സഹോദരങ്ങള്. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാ, അള്ളാഹു തന്നിട്ടുള്ള പ്രകാശമുണ്ടല്ലോ, ഈമാനോടെ മരിക്കാൻ ആ പ്രകാശം കെട്ടുപോകാതെ സൂക്ഷിക്കണോ. കടന്നു ചെല്ലുമ്പോൾ റാഹത്തായിട്ട് ആ ഖബറിൽ കിടക്കണോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് ചിന്തിക്കുന്നതെന്താ, പ്രായം കുറഞ്ഞ പെങ്ങന്മാർ ചിന്തിക്കുന്നതെന്താ, ഞാനിപ്പോ ആരോഗ്യമുള്ള ആളുകളല്ലേ, ഞങ്ങൾക്ക് ആരോഗ്യമുണ്ടല്ലോ, രോഗമൊന്നുമില്ലല്ലോ. പ്രായം കുറഞ്ഞ ആളുകളല്ലേ, ഞങ്ങൾ ഇപ്പോഴെങ്ങും മരിക്കൂലല്ലോ, ഒരുപാട് കാലം ഈ ലോകത്ത് ജീവിക്കാനുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവരോട് ഞാനൊന്ന് പറയട്ടെ, ഒരൊറ്റ വാക്ക് മറ്റൊരു പോയിന്റ് ഒന്ന് പറഞ്ഞ് ഞാൻ ചുരുക്കുകയാ. ഈ ലോകത്ത് നിന്നും കടന്നു പോകുന്നതിന് പ്രായമുണ്ടോ, സമയമുണ്ടോ, സ്ഥലമുണ്ടോ, സന്ദർഭമുണ്ടോ? പള്ളിക്കാട്ടിലേക്കൊന്ന് പോയി നോക്ക്, അവിടെ 80 വയസ്സുള്ള ഉപ്പാപ്പയുടെ ഖബർ മാത്രമാണോ, 90 വയസ്സുള്ള ഉമ്മാമയുടെ ഖബർ മാത്രമാണോ? ചോരക്കുഞ്ഞുങ്ങളാ പള്ളിക്കാട്ടിൽ കിടക്കുന്നില്ലയോ? ചോരക്കുഞ്ഞുങ്ങളാ പള്ളിക്കാട്ടിൽ കിടക്കുന്നില്ലയോ? 10 വയസ്സുള്ള പൊന്നുമോള് പള്ളിക്കാട്ടിൽ കിടക്കുന്നില്ലയോ? 25 വയസ്സുള്ള ചെറുപ്പക്കാരെത്രയോ പള്ളിക്കാട്ടിൽ കിടക്കുന്നില്ലയോ? അതുകൊണ്ട് ആലോചിച്ച് ഗൗരവത്തിലൊന്ന് ചിന്തിച്ച് ജീവിച്ചാൽ നമുക്ക് നമ്മുടെ പരലോകം സുരക്ഷിതമാ. അർഹമുറാഹിമായ അല്ലാ, ഞങ്ങളെ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാ, നീ പൊരുത്തപ്പെടണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, ഇതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ, ഇതിനു വേണ്ടി ആരൊക്കെ ഓടി നടന്നിട്ടുണ്ടോ, ഇതിനു വേണ്ടി ആരൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ, പടച്ചവനെ, ഒരു വാക്കുകൊണ്ടെങ്കിലും, ഒരു നല്ല പ്രവൃത്തി കൊണ്ടെങ്കിലും, ഒരു നല്ല മൗനം കൊണ്ടെങ്കിലും തമ്പുരാനെ ആരൊക്കെ സഹകരിച്ചിട്ടുണ്ടോ, എല്ലാ സഹകരണങ്ങളും നീ കബൂലാക്കണേ അല്ലാ. ഇതൊരു നല്ല സംഗമമായി നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ആത്മാവിലൂടെ നിന്നിലേക്ക് അടുക്കാനുള്ളൊരു മജ്‌ലിസാക്കണേ അല്ലാ. ആത്മാവെന്ന അത്ഭുതത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനുള്ള ഒരു വഴിമരും നിന്റെ സദസ്സാക്കണേ അല്ലാ. പടച്ചവനെ, കൂടുതൽ ഊർജ്ജസ്വലതയോട് ആരാധനാ കർമ്മങ്ങളിലേക്ക് അടുപ്പം കാണിക്കാൻ, അനാവശ്യ പ്രവർത്തനങ്ങളിലേക്ക് അന്യം നിൽക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ പൊരുത്തപ്പെടുന്ന മാർഗത്തിലായി ജീവിച്ച് ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, മഹാനായ സയ്യിദ് അവറുകൾ അവരുടെ പേരിലുള്ള മസജി സദസ്സാണ് അല്ലാ. പടച്ചവനെ, അവരുടെ ദറജ നീ
വർദ്ധിപ്പിക്കണേ അല്ലാ. പടച്ചവനെ പരിസരത്തുള്ള ഇതിന് നേതൃത്വം കൊടുത്ത സയ്യിദവറുകൾ ഉൾപ്പെടെ മുഴുവൻ സയ്യിദന്മാർക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഈ സമുദായത്തിന് സേവനം ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ. അർഹമുർ റഹീമായ അല്ലാ, വളരെ സന്തോഷമുണ്ട് അൽഹംദുലില്ലാഹ്. നിന്റെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് മദീനയിലേക്ക് അതാ ഉംറയ്ക്ക് വേണ്ടി ആളുകളെ കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനത്തിന്റെ തുടക്കമാ റബ്ബേ. അർഹമുർ റഹീമായ അല്ലാ, ഈ സയ്യിദ് അവരുടെ ഗ്രൂപ്പിൽ പോകുന്നവർക്ക് നീ പ്രത്യേകമായ അനുഗ്രഹം നൽകണേ അല്ലാ. സയ്യിദന്മാർക്കുള്ള പ്രത്യേകമായ പവർ പരിഗണിച്ച് അല്ലാഹുവേ അങ്ങനെയുള്ള സംഘത്തിൽ പോകാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ മഹാനായ സയ്യിദ് അവരുടെ ഗ്രൂപ്പിൽ നിന്റെ തൗഫീഖും നിന്റെ പ്രത്യേകമായ ഹിഫ്ളും നൽകണേ അല്ലാ. ഒരുപാട് സത്യവിശ്വാസികളായ സഹോദരങ്ങൾ ആധ്യാത്മികമായ തലങ്ങളിലേക്ക് കയ്യൊപ്പുണ്ടാക്കുന്നതിനുള്ള ഒരു വഴിത്താരയായി മഹത്തായ കർമ്മത്തെ നീ കബൂലാക്കണേ അല്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا ارحمهما كما ربونا صغارا رب زدنا علما وحلما وفهما وعقلا وأدبا وحفظا وحكمة كاملة. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റൊന്ന് മുമ്പോട്ട് നീങ്ങിയെന്നാൽ വലിയൊരു ബർക്കത്തായിരുന്നു. എന്തായിരുന്നാലും ഇത്രയും സഹോദരങ്ങൾ ഇവിടെ ഇരുന്നിട്ടുണ്ട്, അവർക്കൊരു വലിയൊരു മുതൽ കിട്ടണം. ഇവിടെ എല്ലാവരും മുമ്പോട്ടൊന്ന് നീങ്ങി നിൽക്കുക. ഒരു ചെറിയ 2 ലഫ്ള് പലരും ദുആരക്കാൻ വസിയത്ത് ചെയ്തിട്ടുള്ള എല്ലാ ആളുകളും ആ പരിസരത്തുള്ളവരൊക്കെ മുമ്പോട്ട് നീങ്ങി നിൽക്കണം. റഹ്മാനായ അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ഹബീബിന്റെ പേര് 2 ലഫ്ള് മൗലായ ചൊല്ലി ഹബീബിന്റെ ഹദറത്തിലേക്ക് ഈ വെള്ളിയാഴ്ച രാവിൽ ഹദിയ ചെയ്തുകൊണ്ട് 2 വാക്ക് ദീർഘമാക്കുന്നില്ല. ഒന്നുകിൽ സയ്യിദ് അവറുകൾ ദ്വാരക്കും സാധുമാരൊക്കെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എല്ലാ ആളുകളും ഹബീബിന്റെ 2 വരി ബൈത്ത് ഉറച്ച് ചെല്ലണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖാദിൽ ഖൽഖി കുല്ലിഹിം മൗലായ സല്ലി الخلق كلهم ثم الرضا عن أبيه ثم الرضا عن أبي بكر وعمر وهو علي وعلي مولاي صل وسلم على حبيبك خالق الخلق كلهم سعد زوجين بطلعة وأبي عبيدة وابن من عاشر الكرم بك يا ربي بالمصطفى
بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم لله على حبيبك الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين الله നാഥനായ അല്ലാഹ് ഉടമസ്ഥനായ അല്ലാഹ് ഞങ്ങളെ നീ സ്വീകരിക്കണം അല്ലാഹ് നീ പൊരുത്തപ്പെടണം അല്ലാഹ് നീ കബൂലാക്കണം അല്ലാഹ് പടച്ചവനെ ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇരുന്ന മുഴുവൻ സഹോദരങ്ങളും സത്യവിശ്വാസികളും അതുപോലെ മുതല്ലിമീങ്ങൾ ആലിമീങ്ങൾ പടച്ചവനെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരായ ഞങ്ങളുടെ സദാത്യങ്ങൾ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാഹ് ഇതുപോലെ നിന്റെ സ്വർഗത്തിലൊരു സംഗമം നൽകണേ അല്ലാഹ് പടച്ചവനെ അതിനുള്ള പ്രവർത്തനം നടത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് തമ്പുരാനെ ഞങ്ങളെ പാപങ്ങളൊക്കെ നീ പൊറുക്കണേ അല്ലാഹ് പാപികളായി ഞങ്ങളെ ഒരാളിനെയും നീ കൊണ്ടുപോകല്ലേ അല്ലാഹ് പടച്ചവനെ ഒരുപാട് പ്രയാസങ്ങളുള്ളവരാണ് തമ്പുരാനെ അല്ലാഹുവേ എല്ലാ രോഗങ്ങളെ തൊട്ടും നീ കാക്കണേ അല്ലാഹ് ക്യാൻസർ എയ്ഡ്സ് പോലെയുള്ള മാരക ഭീകര ബീഭത്സ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള പ്രശ്ന പ്രതിസന്ധികളെ തൊട്ട് കാക്കണേ അല്ലാഹ് പടച്ചവനെ പഠിക്കുന്ന മക്കളുണ്ട് ആത്മീയമായ വിദ്യയുടെ ദാഹം പൂർണ്ണമായും അവർക്ക് നീ തീർത്തു കൊടുക്കണേ അല്ലാഹ് നാഫിയായ ഇൽമു കൊടുക്കണേ അല്ലാഹ് പടച്ചവനെ ഭൗതികവും ആത്മീയവുമായ നീ പൊരുത്തപ്പെടുന്ന നിലക്കുള്ള വിദ്യ നുകരാനുള്ള മഹാഭാഗ്യം നീ നൽകണേ അല്ലാഹ് പടച്ചവനെ പഠിക്കാനുള്ള നല്ല ഓർമ്മശക്തിയും കൂർമ്മബുദ്ധിയും തന്റെ ഇടവും ഉത്സാഹവും മുഴുവൻ മക്കൾക്കും നീ നൽകണേ അല്ലാഹ് പടച്ചവനെ ആത്മീയ രംഗം ഓരോ വർഷം ഓരോ